ടൗണിനടുത്തുള്ള വലിയ രണ്ടുനില വീട്. അവിടെ മുകളിലെ നിലയിലെ ആഡംബരമായ മുറിയിലെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു ദിയ. തലയിണയിൽ മുഖമമർത്തി കിടക്കുന്ന അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുണ്ട്. സമയം 12 മണി കഴിഞ്ഞിട്ടും ദിയയ്ക്ക് ഉറക്കം വന്നതേയില്ല. ചുറ്റിലും ഇരുട്ടിന്റെ നിശബ്ദത മാത്രം. ആ വലിയ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആ മുറിയിൽ സന്തോഷത്തോടെ അന്തിയുറങ്ങേണ്ട അവളുടെ കണ്ണിൽ അപ്പോഴും തോരാത്ത കണ്ണുനീരായിരുന്നു. ദിയയുടെ അമ്മ മരണപ്പെട്ടിട്ട് അന്ന് 16 ആയിരുന്നു. അന്ന് രാവിലെ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയി ബലിതർപ്പണം ചെയ്ത് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു വന്നതാണ് ദിയ. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർ ഈ 16 ദിവസവും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് സന്ധ്യയോടെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. ആ വലിയ വീട്ടിൽ ഇപ്പോൾ ദിയയും ജോലിക്കാരി സൗദാമിനിയും പിന്നെ ദിയയുടെ രണ്ടാനച്ഛൻ രാഘവനും മാത്രം ബാക്കി. ദിയയുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനായിരുന്നു. ദിയ ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യം സമ്പത്തുള്ള കുടുംബമായിരുന്നു അവരുടേത്. എന്നാൽ ദിയ ജനിച്ചതിനു ശേഷം അവർക്ക് ബിസിനസ്സിൽ വെച്ചടി കയറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സമ്പന്നരിൽ നിന്നും വീണ്ടും സമ്പന്നരായി മാറുകയായിരുന്നു. അച്ഛനും അമ്മയും അവളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. അങ്ങനെയിരിക്കെ ദിയ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെടുന്നത്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഓഫീസിലെ ക്യാബിനിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ആള് പോയിരുന്നു. ചെറിയ പ്രായത്തിലെ വിധവയായി പോയ ദിയയുടെ അമ്മ പിന്നെ ജീവിച്ചത് മുഴുവൻ അവൾക്ക് വേണ്ടിയാണ്. ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് ജീവിക്കേണ്ടി വന്നപ്പോൾ ബന്ധുക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ്, ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടു കൂടി അമ്മ രണ്ടാമതൊരു വിവാഹത്തിന് സമ്മതിച്ചത്. അങ്ങനെയാണ് രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. രാഘവൻ വലിയ സമ്പത്തൊന്നുമില്ലാത്ത ആളായിരുന്നു. ദിയയുടെ കുടുംബത്തിനോട് അടുത്തു നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത അവരുടെ ഓഫീസിലെ വെറുമൊരു ജീവനക്കാരനായിരുന്നു അയാൾ. പക്ഷേ അയാളുടെ സൗമ്യമായ പെരുമാറ്റവും സ്നേഹവും അമിത വിനയവും ഒപ്പം ദിയയെ കാണുമ്പോഴുള്ള അതിയായ വാത്സല്യവും ഒക്കെ കാരണം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ അമ്മയ്ക്ക് അയാളെ ഭർത്താവാക്കാമെന്ന് ഏതോ ഒരു നിമിഷത്തിൽ തോന്നി. തൻ്റെ മോളെ പൊന്നുപോലെ സ്നേഹിക്കുന്നൊരു അച്ഛനായിരിക്കണം. നഷ്ടപ്പെട്ടു പോയ ആൾക്ക് പകരമാവില്ലെങ്കിലും തൻ്റെ മോൾക്ക് എല്ലാ അർത്ഥത്തിലും നല്ല ഒരു അച്ഛനാകാൻ കഴിയണം. അത് മാത്രമായിരുന്നു അമ്മയുടെ ആഗ്രഹം. അങ്ങനെയാണ് ഓഫീസിലെ ജീവനക്കാരനിൽ നിന്നും ദിയയുടെ രണ്ടാനച്ഛനായി രാഘവൻ മാറിയത്. ആദ്യമൊക്കെ സന്തോഷമുള്ളതായിരുന്നു അയാളോടൊപ്പമുള്ള അവരുടെ ജീവിതം. എന്നാൽ പിന്നീട് എപ്പോഴോ അമ്മയും അയാളുമായി സ്വരച്ചേർച്ച ഇല്ലാതായി തുടങ്ങി. ഒപ്പം അവരുടെ ജീവിതത്തിന്റെ താളവും തെറ്റിത്തുടങ്ങിയിരുന്നു. തങ്ങളുടെ എല്ലാ ബിസിനസ്സിലും അമ്മയുടെയും തൻ്റെയും കാര്യങ്ങളിലും രാഘവന്റെ നിയന്ത്രണം വന്നു തുടങ്ങി. ഒരു സാധാരണക്കാരനിൽ നിന്നും കൗശലക്കാരനായ ബിസിനസ്സുകാരനായി അയാൾ മാറുകയായിരുന്നു. ആദ്യമൊക്കെ സ്നേഹം മാത്രം കാണിച്ചിരുന്ന ആൾ പിന്നീട് അമ്മയെയും അവളെയും ഉപദ്രവിക്കാനും മറ്റും തുടങ്ങി. തങ്ങളുടെ സ്വത്തിൽ മാത്രമായിരുന്നു അയാളുടെ നോട്ടം. അത് മനസ്സിലാക്കിയ അമ്മ അയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കേസ് കൊടുത്തു. അങ്ങനെ ഒരു ദിവസം കേസിന്റെ കാര്യത്തിന് കോടതിയിലേക്ക് പോകുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു കാർ അപകടം ഉണ്ടാകുന്നത്. അതിൽ വലിയ പരിക്കുകളോടെ അമ്മ കിടപ്പിലായി. ജീവൻ മാത്രം ബാക്കിയെന്ന് പറയാം. ശരിക്കും അതൊരു കാറപകടം തന്നെയായിരുന്നോ അതോ അമ്മയെ കൊല്ലാനുള്ള അയാളുടെ ശ്രമമായിരുന്നോ എന്ന് അമ്മയ്ക്കും അവൾക്കും ഒരേപോലെ തന്നെ സംശയമുണ്ടായിരുന്നു. അമ്മ കിടപ്പിലായ ശേഷം ദിയയോടുള്ള അയാളുടെ പെരുമാറ്റത്തിൽ നല്ല വശപിശകുള്ളതായി അവൾക്ക് തോന്നി തുടങ്ങി. മോശമായ ചില നോട്ടങ്ങളും തട്ടലും മുട്ടലും അയാളിൽ നിന്നുണ്ടായപ്പോൾ ദിയയ്ക്ക് ആകെ പേടി തോന്നി. അച്ഛൻ മരണപ്പെട്ട സമയത്ത് കുടുംബത്തെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും വാ തോരാതെ നന്മ മാത്രം സംസാരിച്ച് നല്ല പിള്ള ചമഞ്ഞാണ് അയാൾ അമ്മയെ മയക്കിയെടുത്തത്. അത്രയും പാവത്താൻ്റെ പോലെയായിരുന്നു അയാളുടെ ആ നാളുകളിലെ പെരുമാറ്റം. തൻ്റെയും അമ്മയുടെയും ഭാഗ്യമാണ് അയാളെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ പോലും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അയാളുടെ അഭിനയം മാത്രമായിരുന്നു. പിന്നീട് ഓരോ ദിവസം കൂടുന്തോറും അയാളുടെ ഭാവം മാറി മാറി വരികയായിരുന്നു. സ്വന്തം മോളെപ്പോലെ കാണേണ്ട അവളെ അയാൾ ചീത്ത രീതിയിൽ നോക്കാനും സംസാരിക്കാനുമൊക്കെ തുടങ്ങിയപ്പോൾ അവളുടെ ഉള്ളിലെ പേടി വല്ലാതെ കൂടി വന്നു. അപകടം പറ്റി കിടപ്പിലായിരുന്നെങ്കിലും അമ്മ കൂടെയുള്ളതായിരുന്നു അവളുടെ ഏക ആശ്വാസം. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് അമ്മയും കൂടെ അങ്ങ് പോയപ്പോൾ അവൾക്ക് ശരിക്കും ഒറ്റപ്പെടുന്നത് പോലെ തോന്നി. മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരെയും രാഘവൻ കയ്യിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആരോടും അയാളെപ്പറ്റി പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രയ്ക്ക് മാന്യനായാണ് അയാളുടെ അഭിനയം. അമ്മയുടെ പേര്
പേരിലുള്ള സ്വത്തിനൊക്കെ അവകാശി താൻ ആയതുകൊണ്ട് മാത്രമായിരിക്കണം അയാൾ തന്നെ കൊല്ലാതെ വിടുന്നത്. പക്ഷേ അതും ചിലപ്പോൾ ഈ അടുത്തുണ്ടായേക്കാം. അമ്മ കിടപ്പിലായ സമയത്ത് അയാളുടെ കൂടെ ഏതോ ഒരു സ്ത്രീ രാത്രി വീട്ടിൽ വന്ന് താമസിച്ചു പോകുന്നുണ്ടായിരുന്നു. ജോലിക്കാരി സൗദാമിനി ചേച്ചി അത് 1-2 തവണ നേരിൽ കണ്ടതാണ്. അത് അയാളുടെ ഭാര്യയാണെന്നും അയാൾക്ക് ആ സ്ത്രീയിൽ മറ്റൊരു കുട്ടിയുണ്ടെന്നും സൗദാമിനി ചേച്ചി പറഞ്ഞാണ് താൻ അറിയുന്നത്. ശരിക്കു പറഞ്ഞാൽ അയാൾ അമ്മയുടെ പേരിലുള്ള സ്വത്ത് കണ്ട് സ്നേഹം അഭിനയിച്ച് തങ്ങളെ ചതിക്കുകയായിരുന്നു. ഇപ്പോ അമ്മ കൂടെ പോയപ്പോൾ ഈ ഭൂമിയിൽ ആരുമില്ലാതെ എന്ത് ചെയ്യണം എന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലായിരുന്നു ദിയ. കരഞ്ഞു ഇടുക്കം വന്ന കണ്ണുകളോടെ അവൾ ആ കട്ടിലിൽ അങ്ങനെ കിടന്നു. പെട്ടെന്നാണ് അവളുടെ വാതിലിൽ നിർത്താതെയുള്ള തട്ടു കേട്ടത്. ആ ശബ്ദം കേട്ടതും അവൾ ചിന്തകളിൽ നിന്ന് ഒന്ന് ഞെട്ടിപ്പോയി. ഒരു സംശയത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് വാതിലിലേക്ക് ഒന്ന് നോക്കി. കുഞ്ഞേ, കുഞ്ഞേ, വാതിൽ തുറക്ക്, ഇത് ഞാനാ. ജോലിക്കാരി സൗദാമിനി ശബ്ദം കുറച്ച് വാതിലിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. സൗദാമിനി ചേച്ചിയോ? എന്താ ഈ നേരത്ത്? ദിയ സംശയത്തോടെ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. ദിയ വാതിൽ തുറന്നതും സൗദാമിനി വേഗം അകത്തേക്ക് കയറി വാതിലടച്ചു. എന്താ ചേച്ചി? ദിയ കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. എൻ്റെ പൊന്നു മോളെ, നീ എങ്ങോട്ടെങ്കിലും പോയിക്കോ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ. ആ കാലമാടനും ആ സ്ത്രീയും ഒപ്പം ഒരു പയ്യനും വന്നിട്ടുണ്ട്, സൗദാമിനി വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അയാൾ എത്തിയോ? ദിയ സൗദാമിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ചേച്ചി പേടിക്കാതിരിക്കി, എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. എൻ്റെ അമ്മയുടെ പേരിലുള്ള വീടാ ഇത്. ഇവിടെ ഒരു അഴിഞ്ഞാട്ടവും ഇനി ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. ഇറങ്ങിപ്പോകാൻ പറയും ഞാൻ അയാളോട്, ദിയ പറഞ്ഞു. എൻ്റെ പൊന്നു കുഞ്ഞെ, വേണ്ട. അയാൾ ഏതോ ഒരു പയ്യനെയും കൂട്ടിയാ വന്നേക്കുന്നത്. അവനെ മോളുടെ മുറിയിലേക്ക് പറഞ്ഞു വിടാനുള്ള പരിപാടിയാ. മോളെ അവനെക്കൊണ്ട് നശിപ്പിക്കാനാ ഉദ്ദേശം. അവർ ആണുങ്ങളാ കുഞ്ഞെ. അവരോട് ബലം പിടിക്കാൻ കുഞ്ഞിന് ആവില്ല, രക്ഷിക്കാൻ എനിക്കുമാവില്ല. സൗദാമിനി ചേച്ചി അത് പറഞ്ഞതും ദിയ ആകെ ഒന്ന് ഞെട്ടിത്തരിച്ചു പോയി. ഞാൻ നെഞ്ചരിച്ചിൽ തോന്നിയപ്പോൾ ഒരു ഗുളിക കഴിക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ എണീറ്റതായിരുന്നു. അപ്പോഴാ അയാളുടെ കാർ വന്നു നിന്ന ശബ്ദം കേട്ടത്. അയാളുടെ കയ്യിൽ വീടിൻ്റെ താക്കോലില്ലേ? വാതിൽ തുറന്നു അകത്ത് കയറി. ശേഷം അവർ തമ്മിൽ ഡൈനിങ് ഹാളിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഞാനും മോളും മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. അവരോട് പിടിച്ചു നിൽക്കാൻ നമുക്കാവില്ല കുഞ്ഞെ. ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. കുഞ്ഞ് അടുക്കളവശം വഴി ഓടി രക്ഷപ്പെട്ടോ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്ത് മോൾക്ക് തന്നെ കിട്ടും. അതൊക്കെ നമുക്ക് വഴിയേ നോക്കാം. ഇപ്പോൾ എല്ലാത്തിനേക്കാളും വലുത് കുഞ്ഞിൻ്റെ ജീവനാ. ചേച്ചി പറയുന്നത് കേൾക്ക്. കുഞ്ഞ് ഓടി രക്ഷപ്പെടാൻ നോക്ക്, സൗദാമിനി വിറച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി, ഞാൻ എങ്ങോട്ട് പോകാനാ ഈ രാത്രി സമയത്ത്? ദിയ പേടിയോടെ സൗദാമിനിയെ നോക്കി. എങ്ങോട്ടെങ്കിലും. കുഞ്ഞിന് കാർ ഓടിക്കാൻ അറിയാമല്ലോ. വേഗം ആ കാറിൻ്റെ കീയും എടുത്ത് പുറകുവശത്തു കൂടി ഇറങ്ങിക്കോ, സൗദാമിനി ചേച്ചി അവളോട് പറഞ്ഞു. ദിയ ദയനീയമായി ഒരിക്കൽ കൂടി അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഞാനും പോവുകയാ കുഞ്ഞെ. ഇന്ന് രാത്രി കൂടി ഈ അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നിട്ട് നാളെ രാവിലെ ഞാൻ വീട്ടിലേക്കുള്ള വണ്ടി കയറും. ഇന്നത്തോടെ ഞാൻ ഈ വീട്ടിലെ പണി നിർത്തി. എനിക്ക് ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യ. കുഞ്ഞിനെയും അമ്മയെയും ഓർത്ത് മാത്രമാ ഞാൻ ഇത്രയും നാളിവിടെ പിടിച്ചു നിന്നത്. നാളെ അയാൾ എൻ്റെ അടുക്കലേക്ക് ആളെ അയക്കില്ലെന്ന് ആര് കണ്ടു? തൽക്കാലം മോള് രക്ഷപ്പെട്. പിന്നെ കേസ് കൊടുത്തോ എങ്ങനെയെങ്കിലും മോൾക്ക് അവകാശപ്പെട്ടതെല്ലാം മോള് തന്നെ വാങ്ങിച്ചെടുക്കണം. ഒന്നും ഈ ദുഷ്ടന് കൊടുക്കരുത്. പറഞ്ഞു നിൽക്കാൻ സമയമില്ല. കുട്ടി വേഗം എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ, സൗദാമിനി ദിയയോട് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ദിയ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് ഷോക്കായ പോലെ നിന്നു. പിന്നെ രാഘവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെന്ന് കാറിൻ്റെ കീയെടുത്ത് റൂമിന് പുറത്തേക്കിറങ്ങി. അവളും സൗദാമിനിയും സ്റ്റെയറിലൂടെ അതിവേഗം താഴോട്ട് ഇറങ്ങുമ്പോഴാണ് താഴെ നിന്ന് രാഘവനും ആ സ്ത്രീയും ഒപ്പം ഒരു പയ്യനും കയറി വരുന്നത് അവൾ കണ്ടത്. താഴേക്ക് ഇറങ്ങി വരുന്ന അവളും മുകളിലേക്ക് കയറുന്ന അവരും തമ്മിൽ കണ്ടതും ദിയ പെട്ടെന്നൊന്ന് അവിടെ നിന്നുപോയി. എങ്ങോട്ടാടി ഈ നേരത്ത്? മര്യാദയ്ക്ക് കിടന്നുറങ്ങേണ്ട സമയത്ത് താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്തിനാ? രാഘവൻ അവളെ നോക്കി ചോദിച്ചു. ദിയ ഒന്നും പറയാതെ അയാളെ ഒന്ന് നോക്കി. അത് ദിയക്കുഞ്ഞിന് വെള്ളം കുടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുവായിരുന്നു, സൗദാമിനിയാണ് മറുപടി പറഞ്ഞത്. അതിന് നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? രാഘവൻ സൗദാമിനിയെ ദേഷ്യത്തോടെ നോക്കി. അല്ല, നീ എന്താ ഈ നേരത്ത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്? ജോലിക്കാരി ജോലിക്കാരിയുടെ നിലയ്ക്ക് നിൽക്കണം. നീ അടുക്കളയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി.
അല്ലാതെ ഏത് സമയവും ഇവളുടെ കൂടെ അകത്തു കയറി കൂട്ടിരിക്കേണ്ട ആവശ്യമില്ല. കേട്ടല്ലോ? തൽക്കാലം ഒരു വെള്ളവും കുടിക്കേണ്ട. മര്യാദയ്ക്ക് മുറിയിലേക്ക് ചെല്ല്, രാഘവൻ പറഞ്ഞു. ദിയ അപ്പോൾ അയാളെ പേടിയോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മര്യാദയ്ക്ക് മുറിയിലേക്ക് കയറി പോകാനാ നിന്നോട് പറഞ്ഞത്. നിന്നെ പരിചയപ്പെടാൻ ഒരാൾ വന്നിട്ടുണ്ട്. കുറച്ചു നേരം നീ ഇവന്റെ കൂടെ ഒന്ന് സംസാരിച്ചിരിക്കി. എന്നിട്ട് ഇവന് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു കൊടുത്തേക്ക്. ഇവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അതിന് നീ കൂടി ഒന്ന് സഹകരിക്കണം. ഇവന് നിന്റെ മേൽ ഒരു കണ്ണുണ്ടെന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. നീ കേറി ചെല്ലടാ മോനെ. രാഘവൻ ആ പയ്യനെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു. അതു കേട്ടതും ദിയ പേടിച്ചു വിറച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. എന്താ സാറേ ഇത്? ഈ കുഞ്ഞ് സാറിൻ്റെ മോളല്ലേ? സൗദാമിനി ദിയയുടെ പിറകിൽ നിന്നുകൊണ്ട് രാഘവനോട് ചോദിച്ചു. നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല, മാറി നിൽക്കടി. അതും പറഞ്ഞ് രാഘവൻ സ്റ്റെപ്പ് കയറി വന്നു ദിയയുടെ കയ്യിൽ കയറി പിടിച്ചു. സൗദാമിനി കരഞ്ഞുകൊണ്ട് അയാളെ തള്ളി മാറ്റാൻ നോക്കി. ദിയയും അയാളിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു. സ്റ്റെയറിൽ വെച്ച് തന്നെ അവർ തമ്മിൽ പിടിയും വലിയും നടന്നു. എന്നെ വിട് പ്ലീസ് എന്ന് പറഞ്ഞു ദിയ കരയുകയായിരുന്നു. കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ സാറേ എന്ന് പറഞ്ഞ് സൗദാമിനി വന്നു രാഘവനെ പിടിച്ചു മാറ്റാൻ നോക്കിയതും രാഘവൻ അവരെ പിടിച്ചൊരു തള്ളു വെച്ച് കൊടുത്തതും ഒരുമിച്ചായിരുന്നു. ആ തള്ളലിൽ അവർ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് പതിച്ചു. അവരുടെ തല ചെന്ന് സ്റ്റെയറിലെ കമ്പിയിൽ അടിച്ചു. സൗദാമിനിക്ക് ആകെ ബോധം മറിയുന്ന പോലെ തോന്നി. എന്നെ നോക്കണ്ട മോളെ, മോള് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ? സൗദാമിനി താഴെ കിടന്ന് വിളിച്ചു പറഞ്ഞു. ദിയ അപ്പോൾ രാഘവനെ തള്ളി മാറ്റിക്കൊണ്ട് വേഗത്തിൽ സ്റ്റെയർ ഇറങ്ങി സൗദാമിനി ചേച്ചിക്ക് അരികിലേക്ക് വന്നു. സൗദാമിനി താഴെ വീണ ഞെട്ടലിലായിരുന്നു രാഘവൻ ആ സമയം. ചെല്ലു മോളെ വേഗം, അവർ വീണ്ടും പറഞ്ഞതും വീണുകിടക്കുന്ന സൗദാമിനിയെ നോക്കാൻ അവൾക്ക് അപ്പോൾ കഴിയുമായിരുന്നില്ല. അവൾ മറ്റൊന്നും ആലോചിക്കാതെ മുൻവശത്തെ വാതിൽ തുറന്നു പുറത്തേക്കോടി. അവൾക്ക് പിറകെ തന്നെ രാഘവനും ആ പയ്യനും ഉണ്ടായിരുന്നു. പിടിക്കടാ അവളെ, രാഘവൻ അവനോട് ഉച്ചത്തിൽ പറഞ്ഞു. അവർ രണ്ടുപേരും റോഡിലേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും അവൾ എവിടേക്കാണ് ഓടിപ്പോയതെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. എവിടെ പോയി? രാഘവൻ അവനോട് ചോദിച്ചു. അറിയില്ല, ഇവിടെയെങ്ങും കാണുന്നില്ലാലോ, അവൻ ചുറ്റിലും നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ വേഗം കാറെടുക്ക്, അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് തന്നെ ആപത്താണ്. കണ്ടുപിടിച്ചാൽ അങ്ങ് തീർത്തേക്കണം. വണ്ടി എടുക്കടാ. അത് പറഞ്ഞുകൊണ്ട് രാഘവൻ ഓടി വന്ന് കാറിൽ കയറി, ഒപ്പം ആ പയ്യനും. അവരവളെയും തിരഞ്ഞു റോഡിലേക്കിറങ്ങി. കാറിൽ ഇരുന്നു കൊണ്ട് രണ്ടുപേരും ചുറ്റിലും അവളെ പരതി നോക്കുകയായിരുന്നു. അപ്പോഴാണ് രാഘവന്റെ ഫോൺ റിങ് ചെയ്തത്. അയാൾ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് അയാളുടെ ഭാര്യയെന്ന് പറയുന്ന ആ സ്ത്രീയായിരുന്നു. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ദേ ആ പെണ്ണുമ്പിള്ള ഇവിടെ തലയിടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്തു ചെയ്യും? ഫോൺ എടുത്തതും ഭാര്യ രാഘവനോട് പറഞ്ഞു. തീർന്നു പോകുന്നെങ്കിൽ അങ്ങ് തീരട്ടെ, ബാക്കി പിന്നെ നോക്കാം. സ്റ്റെപ്പിൽ നിന്നും കാൽ വഴുതി വീണു ചത്തതാണെന്ന് പറയാം. നീ ആ ഭാഗം നോക്കണ്ട. റൂമിൽ കയറി വാതിലടച്ചു കിടന്നോ. ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചിട്ട് അങ്ങ് എത്തിയേക്കാം. രാഘവൻ ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു. എന്നിട്ട് കാറിലിരുന്ന് ചുറ്റും കണ്ണോടിച്ചു. അതേസമയം ദിയ വിറച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടുകയായിരുന്നു. കണ്ണുനീർ അളവില്ലാതെ വരുന്നത് കാരണം അവൾക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. ഒപ്പം റോഡിലെ കൂരാകൂരിരുട്ടും. ഓട്ടത്തിനിടയ്ക്ക് പെട്ടെന്ന് പുറകിൽ നിന്ന് കാറിന്റെ വെളിച്ചം കണ്ടതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അത് അയാളുടെ കാറായിരിക്കുമെന്ന് തോന്നിയതും അവൾ തൊട്ടടുത്തുള്ള ഇരുട്ടു നിറഞ്ഞ ചെറിയ ഇടവഴിയിലേക്ക് ഓടി. വണ്ടി പോകാത്ത ആ ചെറിയ ഇടവഴിയിലേക്ക് കടന്നതും കണ്ണു കാണാത്ത വിധത്തിൽ ആകെ ഇരുട്ടായിരുന്നു. അർദ്ധരാത്രി സമയമാണ്. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചമുണ്ടായിരുന്നെങ്കിലും ഇടവഴിയിൽ അതില്ലായിരുന്നു. ചില വീടുകളിലെ മുറിയിൽ നിന്ന് നേരിയ വെളിച്ചം മാത്രമുണ്ട്. എല്ലാവരും ഉറക്കത്തിലാണ്. പേടിയോടെ എങ്ങോട്ടെന്നില്ലാതെ അവൾ വീണ്ടും ഓടി. പെട്ടെന്ന് അവളുടെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം അവിടെ നിന്നു. ശേഷം അവിടെ ചുറ്റിലും ഒന്ന് നോക്കി. താൻ ഓടിയെത്തിയിരിക്കുന്നത് ഒരു റെയിൽവേ ട്രാക്കിന് അരികിലാണ് എന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. അവൾ താഴേക്ക് നോക്കിയപ്പോൾ നേരിയ വെളിച്ചത്തിൽ നീളത്തിലുള്ള റെയിൽവേ ട്രാക്കും ഉരുളൻ മെറ്റൽ കല്ലുകളും കണ്ടു. അവൾ ഒരു നിമിഷം സ്തംഭിച്ചു. കണ്ണു തുടച്ചുകൊണ്ട് ഒന്നുകൂടെ ട്രാക്കിലേക്ക് നോക്കി. നീളൻ റെയിൽവേ ട്രാക്കിന് അപ്പുറം കുറേ ദൂരം മാറി ലോക്കൽ സ്റ്റേഷന്റെ ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. എങ്കിലും അവൾ നിൽക്കുന്നിടത്ത് ആരുമില്ല. കൂരാകൂരിരുട്ടാണ്. പോരാത്തതിന് രാത്രിയുടെ പേടിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങളും. ഒരു നിമിഷം ദിയ ആകാശത്തേക്ക് തല ഉയർത്തി നോക്കി.
ചന്ദ്രൻ പൂർണ്ണമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒപ്പം കുഞ്ഞു നക്ഷത്രങ്ങളും. അവളുടെ കണ്ണിലൂടെ വീണ്ടും കണ്ണുനീർ അണപൊട്ടി ഒഴുകി. കുഞ്ഞുനാളിലെങ്ങോ നഷ്ടപ്പെട്ട അച്ഛൻ. പിന്നീട് ജീവിതത്തിൽ എല്ലാം അമ്മയായിരുന്നു. തനിക്ക് ഏറ്റവും വലിയ തുണയും ജീവനും ജീവിതവുമൊക്കെ അമ്മയായിരുന്നു. സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. രണ്ടുപേരും ഇന്ന് ഈ ലോകത്തില്ല. പിന്നെ ഇനി താൻ മാത്രം എന്തിനാണ് ബാക്കി? ആർക്കു വേണ്ടിയാണ്? രാഘവനെപ്പോലുള്ള ഒരു ദുഷ്ടനോട് മല്ലടിച്ച് എത്ര കാലം തനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയും? അയാളോട് മത്സരിച്ച് ഒന്നും നേടിയെടുക്കാനും ഒന്നിനും തന്നെ തനിക്ക് ആവതില്ല. ഇന്ന് തന്നെ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഇനി താൻ എങ്ങോട്ട് പോകും? എങ്ങോട്ടും പോകാനില്ല. ആരുമില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ ലോകത്ത് എനിക്കും ഒരു ജീവിതം വേണ്ട. അവൾ ഒരിക്കൽ കൂടി ആകാശത്തേക്ക് നോക്കി. എത്രയോ സ്വത്തുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മോളാണ്. അച്ഛാ, അമ്മേ, എനിക്ക് വിധിയില്ല. ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. നിങ്ങളുടെ കൂടെ എത്തിയാൽ മതി. ദിയ മരണം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ചു ട്രെയിൻ വരുന്നതും കാത്ത് ആ റെയിൽവേ ട്രാക്കിന് അരികിൽ നിന്നു. അത്രമാത്രം വലിയ സങ്കടമാണ് അവളുടെ മനസ്സിലൂടെ അപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. അമ്മയോടും അച്ഛനോടും ഒപ്പമുള്ള നല്ല നാളുകളും ഇപ്പോൾ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് ട്രെയിനിന് നേരെ എടുത്തു ചാടാനുള്ള ധൈര്യം കൂടിക്കൂടി വന്നു. ആ ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ തെക്ക് നിന്നുള്ള ട്രെയിനിൻ്റെ കൂവൽ കേട്ടു. ദിയ അങ്ങോട്ട് നോക്കിയപ്പോൾ ട്രെയിനിൻ്റെ നേരിയ വെളിച്ചം അങ്ങ് ദൂരെയായി അവൾ കണ്ടു. അവൾ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു തൻ്റെ കാലുകൾ ഒരടി കൂടി മുന്നോട്ടേക്ക് വച്ചു. ശേഷം തൻ്റെ മരണവിളിയുമായി വരുന്ന ട്രെയിനിനെ അവൾ ആകാംക്ഷയോടെ നോക്കി. മരണം ഉറപ്പിച്ചുകൊണ്ട് കാൽ ഒരടി കൂടെ മുന്നോട്ട് നീക്കി. പിന്നെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് ഇതൊന്നും അറിയാതെ ലോറി ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരൻ അതുവഴി പോകുന്നത്. തൊട്ടപ്പുറത്തെ ലോറി സ്റ്റാൻഡിൽ ഓട്ടം കഴിഞ്ഞു വന്ന ലോറി നിർത്തിയിട്ട ശേഷം അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. ഒരു പഴയ പാൻസും കറുത്ത ബനിയനും കാലിൽ പഴയ ഒരു ഷൂസുമാണ് വേഷം. കയ്യിൽ ഒരു മൊബൈലുമുണ്ട്. ലോറി സ്റ്റാൻഡിൽ നിന്നും കുറച്ച് മുന്നോട്ട് നടന്ന് റെയിൽവേ ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ വീടെത്താൻ എളുപ്പമാണ്. കർണാടക, തമിഴ്നാടൊക്കെ പോകുന്ന ലോറിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഓട്ടം കഴിഞ്ഞു വരുന്ന വരവാണ്. അവൻ മൊബൈലിൽ ടോർച്ച് അടിച്ചുകൊണ്ട് റെയിൽവേ ക്രോസ് ചെയ്യാൻ വേണ്ടി ട്രാക്കിലേക്ക് കടന്നു. അപ്പുറത്തു നിന്നും ട്രെയിനിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ അത് പോയിട്ട് കടക്കാമെന്ന് കരുതി അവൻ അങ്ങനെ നിന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ സ്ത്രീരൂപത്തെ അവൻ കണ്ടത്. ദിയ. അവളാണെങ്കിൽ കണ്ണുകൾ അടച്ചു നിൽക്കുന്നതുകൊണ്ട് അവനെ കണ്ടതുമില്ല. വെള്ള കളർ വസ്ത്രം ഇട്ടു നിൽക്കുന്ന അവളെ കണ്ടതും അവൻ ആദ്യം ഒന്ന് ഞെട്ടി. വല്ല യക്ഷിയോ മറ്റോ ആണെന്നാണ് അവൻ പെട്ടെന്ന് വിചാരിച്ചത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കൊടും കാട്ടിനുള്ളിലൂടെ നാടായ നാട് മുഴുവൻ ലോറിയുമായി ഓടുന്നതുകൊണ്ട് തന്നെ അവന് ഒന്നിനെയും പേടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ തൊട്ടപ്പുറത്തായി നിൽക്കുന്ന രൂപം കണ്ടതും അവനൊന്ന് ഫോണിൻ്റെ വെളിച്ചം അവളുടെ നേരെയാക്കി നോക്കി. അതൊരു പെൺകുട്ടിയാണെന്നും ട്രെയിനിന് ചാടാൻ വേണ്ടി നിൽക്കുകയാണെന്നും അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ അവന് മനസ്സിലായി. പെട്ടെന്നൊരു വെപ്രാളത്തോടെ അവൻ അവൾക്ക് അരികിലേക്ക് ചെന്നു. ട്രെയിൻ അടുത്തെത്താനായതും അവൾ ട്രാക്കിലേക്ക് ഇറങ്ങിയതും അവൻ അവളെ പിടിച്ചു വലിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് പിറകിൽ നിന്നൊരു പിടി വന്നപ്പോൾ അവൾ ആകെ ഭയന്നു. രാഘവൻ ആയിരിക്കുമോ എന്നായിരുന്നു അവളുടെ പേടി. ആരാണെന്നറിയാതെ അവൾ അവനെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കി. ഏയ്, എന്താ ഇത്? എന്താ കാര്യം? റെയിൽവേ ട്രാക്കിൽ ചാടി ചാവുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. അവൻ അവളെ ബലമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു തരം ഭ്രാന്തമായ അവസ്ഥയിൽ അവൾ അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു. ട്രെയിൻ തൊട്ടടുത്ത് എത്താനായതും അവൻ മറ്റൊന്നും നോക്കാതെ അവളെ ബലമായി പിടിച്ചുകൊണ്ട് ട്രാക്കിന് തൊട്ടടുത്തുള്ള പുല്ലിലേക്ക് എടുത്തെറിഞ്ഞു. അവൾ ആ പുല്ലിലേക്ക് ചെന്ന് വീണതും അവരുടെ അടുത്തുകൂടെ ട്രെയിൻ പാഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട അവൾക്ക് ഒന്നും നോക്കാനില്ലായിരുന്നു. അവൾ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ട്രെയിനിനിടയിലേക്ക് ഓടാൻ നോക്കിയതും അവൻ വീണ്ടും പിറകിൽ ചെന്ന് പിടിച്ച് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു കഴിഞ്ഞിരുന്നു. ആ അടിയിൽ അവൾ ഒന്നുകൂടെ നിലത്തേക്ക് വീണു. അപ്പോഴേക്കും ആ ട്രെയിൻ അവരെ പാസ് ചെയ്തു കഴിഞ്ഞുപോയി. ഒന്നും ചെയ്യാനാവാതെ അവൾ ആ പുല്ലിൽ കിടന്നു കരഞ്ഞു. ട്രെയിൻ അവിടം വിട്ട് ദൂരേക്ക് മാഞ്ഞെങ്കിലും അവൾക്ക് സങ്കടം സഹിക്കാനാവുന്നില്ലായിരുന്നു. മരിക്കാൻ പോലും അനുവദിക്കാതെ ആരോ ഒരാൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എന്തൊരു ഗതികേടാണ് ഇത്! അവൾ അവൻ്റെ കൈ പതിഞ്ഞ മുഖവുമായി ഇരുട്ടിലേക്ക് നോക്കി കരഞ്ഞു തന്നെ ഇരുന്നു. അവളുടെ കരച്ചിൽ നോക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ അവിടെ അങ്ങനെ നിന്നു. അവനാകെ ദേഷ്യം കയറി വരികയായിരുന്നു അപ്പോൾ. ഓരോന്ന് ഇറങ്ങിക്കോളും, ആളെ മെനക്കെടുത്താനായിട്ട്. എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് വരുത്തി വെക്കും.
എന്നിട്ട് വല്ല പുഴയിലേക്കോ ട്രാക്കിലേക്കോ എടുത്തു ചാടും. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒന്ന് കേട്ടിരുന്നു. എങ്ങാണ്ടൊക്കെയോ നടന്ന് വയറ്റിലുണ്ടാക്കിയിട്ട് അവസാനം റെയിൽപാളത്തിൽ വന്ന് തലവെച്ചു. എന്നിട്ടോ വീട്ടുകാർക്ക് നാണക്കേടും ബാക്കി പോലീസുകാർക്കും മറ്റുള്ളവർക്കും വെയ്യാവേലിയും ബാക്കി. ഇവളുമാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റായി ഇത് എന്റെ മുന്നിൽ തന്നെ വന്നു പെട്ടല്ലോ ദൈവമേ. എണീക്കടി, നീ എവിടുള്ളതാ? അവൻ അവളെ നോക്കി ചോദിച്ചു. അവൾ അപ്പോഴും മുഖമുയർത്താതെ കരയുകയായിരുന്നു. നീ ചോദിച്ചത് കേട്ടില്ലേ? എന്ത് മാരണം ഒപ്പിച്ചിട്ടാടി ഇവിടേക്ക് വന്ന് ചാടിയത്? തക്ക സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പാഴ്സായി ഇവിടെ അരഞ്ഞു കിടക്കുന്നുണ്ടാവുമായിരുന്നു. ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് എടുത്തു ചാടി ജീവൻ അങ്ങ് പോക്കാൻ എളുപ്പമാണ്. പക്ഷേ ജീവിച്ചു കാണിക്കാനാ ബുദ്ധിമുട്ട്. അതിന് ഇവളുമാരോടൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? നിന്റെ വീട് എവിടെയാ? അവൻ കുറച്ച് ശബ്ദം കനപ്പിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അവൻ ചോദിക്കുന്നത് ഒക്കെ കേട്ടെങ്കിലും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നതുകൊണ്ട് മറുപടി പറയാനാവാതെ അവൾ അപ്പോഴും നിസ്സഹായയായി കരയുക തന്നെയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു തരം അവസ്ഥയായിരുന്നു അവൾക്കപ്പോൾ. നിന്റെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്? ഈ സ്ഥലം അത്ര ശരിയല്ല. അപ്പുറത്ത് ലോറി സ്റ്റാൻഡാ ഉള്ളത്. ഇതുവഴി പോകുന്ന ആരെങ്കിലും നിന്നെ കണ്ടാൽ പൊക്കിയെടുത്തോണ്ട് പോകും. പിന്നെ നിനക്ക് ട്രെയിനിന് ഒന്നും ചാടി ചാവേണ്ടി വരില്ല. എന്തെങ്കിലും ഒന്ന് വാ തുറന്നു പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നിന്റെ വീട്ടുകാരുടെ നമ്പർ ഒന്ന് താ, ഞാൻ അവരെ വിളിച്ചോളാം. അവര് വന്നിട്ട് നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ. 2 ആഴ്ച ലോറിയിൽ പോയി ക്ഷീണിച്ച് തളർന്നു വരികയാണ് ഞാൻ. എനിക്ക് വീട്ടിൽ പോണം. നീ കരഞ്ഞിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. അവൻ പറഞ്ഞു. പക്ഷേ അപ്പോഴും അവളുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. ഇതിപ്പോ വല്ലാത്ത പൊല്ലാപ്പായല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാം. അവര് വന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇതുപോലെ മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നീ അവരോട് അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് ഇതിന്റെ ഒന്നും പിറകെ തൂങ്ങാൻ വയ്യ. അവൻ അത് പറഞ്ഞതും അവളൊന്ന് തലയുയർത്തി. പോലീസിനെ വിളിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൾക്കൊരു ഭയം തോന്നി. ഇവിടുത്തെ സ്റ്റേഷനിലുള്ള SI ആയിട്ട് രാഘവന് നല്ല പിടിപാടാണ്. അവരെന്നെ കൊണ്ടുപോയി അയാളുടെ അടുത്ത് എത്തിച്ചാൽ പിന്നെ അയാൾ എന്നെ വെച്ചേക്കില്ല. അയാളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ മരണത്തേക്കാൾ വലിയ അവസ്ഥയായിരിക്കും. എന്തിനാ ദൈവമേ എന്നെ ബാക്കി വെച്ചത്? അവൾ മനസ്സിലോർത്തുകൊണ്ട് മെല്ലെ തിരിഞ്ഞു അവനെ നോക്കിയപ്പോൾ അവൻ ഫോണിൽ നമ്പർ ഡയൽ ചെയ്യുകയായിരുന്നു. അയ്യോ, ദയവ് ചെയ്ത് പോലീസിനെ വിളിക്കല്ലേ, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ടതും അവൻ ഫോണിൽ നിന്നും തല മാറ്റി അവളെ ഒന്ന് നോക്കി. നിലത്തിരുന്നു കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കുന്ന അവളുടെ മുഖം അവൻ നേരിയ വെളിച്ചത്തിൽ കണ്ടു. കണ്ടാൽ അങ്ങനെ മോശക്കാരിയാണെന്നൊന്നും പറയില്ല. കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. മുഖമാകെ വാടി തളർന്നിരിക്കുന്നുമുണ്ട്. പോലീസിനെ വിളിക്കല്ലേ എന്ന് അവൾ പറഞ്ഞപ്പോൾ അവന് എന്തോ ഒരു പന്തികേട് തോന്നി. വല്ല ഏടാകൂടവും ഒപ്പിച്ചിട്ടുള്ള വരവായിരിക്കുമെന്ന സംശയത്തോടെ അവൻ അവളെ നന്നായി ഒന്ന് നോക്കി. ശേഷം ഒന്നും പറയാതെ ഫോണിൽ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോടടുപ്പിച്ചു. അയ്യോ വിളിക്കല്ലേ പ്ലീസ്, ഞാൻ കാലു പിടിക്കാം. അവൾ അപ്പോഴേക്കും അവന്റെ കാലിൽ പിടിച്ചിരുന്നു. പ്രതീക്ഷിക്കാതെ കാലിൽ അവളുടെ പിടി വീണതും അവൻ ആകെ ഒന്ന് ഞെട്ടി. പോലീസിനെ വിളിക്കരുതേ പ്ലീസ്. കരഞ്ഞുകൊണ്ട് അവൾ അത് പറഞ്ഞതും അവൻ വേഗത്തിൽ അവന്റെ മൊബൈലിലെ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് അവളെ ഒന്ന് നോക്കി. അത്ര നേരം ഉണ്ടായിരുന്ന ദേഷ്യഭാവമല്ലായിരുന്നു അവന്റെ മുഖത്ത് അപ്പോൾ. അവളെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും എന്താ ഏതാ എന്നൊന്നും അറിയില്ലെങ്കിലും കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടപ്പോൾ കാര്യം എന്താണെന്ന് അറിയണമെന്ന് അവന് തോന്നി. അറിഞ്ഞു കഴിഞ്ഞിട്ട് ആരെയെങ്കിലും വിളിക്കാമെന്ന് കരുതി അവൻ അവളെ തന്നെ നോക്കി. അവൾ അപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ മോശക്കാരിയല്ല. നേരത്തെ പറഞ്ഞ പോലെ വയറ്റിലുണ്ടായിട്ട് ചാടിച്ചാവാൻ വന്നതുമല്ല. ദയവ് ചെയ്ത് പോലീസിനെ വിളിക്കരുത്. എന്നെ രക്ഷിക്കണം പ്ലീസ്. കരഞ്ഞുകൊണ്ട് അവൾ അത്രയും പറഞ്ഞപ്പോൾ അവന് ആകെ ഒരു വല്ലായ്മ തോന്നി. അവൻ അപ്പോൾ അവന്റെ മൊബൈലിൽ ടോർച്ച് ഓണാക്കി. അവളുടെ മുഖത്തേക്ക് തെളിക്കാതെ അവൾ ഇരിക്കുന്നതിന്റെ ചുറ്റിലായി ഒന്ന് ടോർച്ച് അടിച്ചു നോക്കി. നിറയെ പുല്ലുകൾക്കും ചെടികൾക്കും ഇടയിലാണ് അവൾ ഇരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. ടോർച്ചിന്റെ നേരിയ വെളിച്ചത്തിൽ വിയർത്തു കുളിച്ചു കിടക്കുന്ന അവളുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്തൊരു ഭംഗി അവൾക്കുള്ളതായി അവന് തോന്നി. ഇവിടെ നിറയെ കാടാണ്. ഇങ്ങോട്ട് എണീറ്റേ, വല്ല പാമ്പോ പഴുതാരയോ കാണും, അവൻ പറഞ്ഞു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പേടിക്കണ്ട, ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല. നീ അവിടെ നിന്ന് എണീക്കി. അവൻ അത് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചു. അവൾ അപ്പോൾ ആ ചെറിയ വെളിച്ചത്തിൽ ഒന്നുകൂടി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ശേഷം അവന്റെ കയ്യിൽ താങ്ങു കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് എണീറ്റു. അവൻ അവളെ പുല്ലിൽ നിന്നും മാറ്റി റെയിൽവേ ട്രാക്കിന്റെ ഒരു ഓരത്തേക്ക് നിർത്തിച്ചു. ശേഷം അവളുടെ കയ്യിൽ നിന്നും പിടുത്തം വിട്ടു. എന്താ കാര്യം? എന്തിനാ താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു.
കരഞ്ഞു കലങ്ങി വിയർത്തു കുളിച്ച മുഖത്തോടെ അവൾ ഒരു നിമിഷം അവനെ നന്നായി ഒന്ന് നോക്കി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, എനിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നേക്ക് അമ്മ മരിച്ചിട്ട് 16-ാമത്തെ ദിവസമാണ്. പെട്ടെന്ന് ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നിയപ്പോൾ. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അത് പറഞ്ഞതും അവൻ ഒരു നിമിഷം ഒന്നും പറയാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. വീട്ടിൽ വേറെ ആരുമില്ലേ? നിനക്ക് സഹോദരങ്ങളൊന്നുമില്ലേ? ഒറ്റയ്ക്കാണോ? അവൻ അപ്പോൾ സൗമ്യമായി അവളോട് ചോദിച്ചു. ആരുമില്ല, ഞാനൊരു മോളേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ ഒന്ന് അവളുടെ അടുത്തേക്ക് നിന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛനും അമ്മയും ഒക്കെ പോയി കഴിഞ്ഞാൽ വിഷമമുണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്ന് കരുതി നീയും ജീവിതം അവസാനിപ്പിക്കണോ? ജീവിതമല്ലേ, പലതും സഹിക്കേണ്ടി വരും. മുന്നോട്ടു പോകണം. അല്ലാതെ ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിന് മരിക്കാനൊരുങ്ങിയാൽ തീർന്നില്ലേ എല്ലാം? അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ മാറി വളരെ വിനയത്തോടെയാണ് അവൻ അവളോട് അത് ചോദിച്ചത്. അവളാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് വീട്ടിലിപ്പോൾ ആരാ ഉള്ളത്? ബന്ധുക്കൾ ആരെങ്കിലും കാണില്ലേ? ഞാൻ കൊണ്ടുവിടാം. എവിടെയാ നിന്റെ വീട്? അവൻ അവളോട് വീണ്ടും ചോദിച്ചു. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും പെട്ടെന്ന് കണ്ണുനീരൊഴുകി. അവിടേക്ക് എനിക്ക് പോകണ്ട, അവിടെ എനിക്ക് ആരുമില്ല, അവൾ പറഞ്ഞു. തൻ്റെ സ്വന്തത്തിലും ബന്ധത്തിലുമൊന്നും ആരുമില്ലേ? അവൻ അവളെ നോക്കി. ബന്ധുക്കളൊക്കെയുണ്ട്, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലല്ലോ. ബന്ധുക്കളെന്ന് പറയുന്നവരുടെ അടുത്തൊക്കെ പോയാൽ അവരെന്നെ നോക്കുമായിരിക്കും. എൻ്റെ പേരിൽ സ്വത്തുക്കൾ ഉള്ളതുകൊണ്ട് മാത്രം. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി സമ്പാദിച്ചിട്ട വലിയൊരു വീടുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. അവൾ അവന് സ്ഥലവും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ അവിടെ കയറി ചെല്ലാൻ പറ്റില്ല, അതെൻ്റെ രണ്ടാനച്ഛൻ കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. അയാൾ ഉപദ്രവിച്ചിട്ട ഞാനിപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ എത്തിയത് തന്നെ. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഒക്കെയും അവൻ ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. അപ്പോൾ അവൾക്കൊരു രക്ഷ എന്ന രീതിയിൽ അവനോട് എല്ലാം തുറന്നു പറയുക മാത്രമേ അവൾക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിറയലോടെയാണെങ്കിലും അവൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾക്ക് അവളുടെ സങ്കടത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നിരുന്നു. പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ കരച്ചിൽ പിടിവിട്ടുപോയി. ആ ഇരുട്ടിൽ ആ റെയിൽവേ ട്രാക്കിന് ഓരം നിന്നു കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ കേട്ടുനിന്നു. എന്തു തിരിച്ചു പറയണമെന്ന് അവനും അറിയുമായിരുന്നില്ല. ഒരു നിമിഷം അവൻ നിശബ്ദനായി. അവൻ്റെ കയ്യിലുള്ള മൊബൈൽ ടോർച്ചിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വിറയാർന്ന ചുണ്ടുകളും വിയർത്തൊലിച്ച മുഖവും അവൻ്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു. എന്താ ഇപ്പോൾ ചെയ്യുക? എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അവന് അതുമാത്രമേ അവളോട് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ല. അവൾ ചെറുതായൊന്ന് തലയിളക്കി. ഞാൻ പറഞ്ഞല്ലോ, മരിക്കാൻ തീരുമാനിച്ചു വന്നതല്ല ഞാൻ. എത്തിപ്പെട്ടത് ഈ ട്രാക്കിലാണ്. മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണ് സ്വയം എല്ലാം അവസാനിപ്പിച്ചു കളയാമെന്ന് കരുതിയത്. എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്നെ മരിക്കാൻ സമ്മതിക്കണം. ഇവിടുന്ന് പോയാൽ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനും അമ്മയും ഇപ്പോഴും എന്നെ വിളിക്കുന്ന പോലെ തോന്നുകയാണ്. നിങ്ങൾ പൊയ്ക്കോളൂ. എന്നെ ഇവിടെ കണ്ടില്ലെന്നു കരുതിയാൽ മതി. മരിക്കാനെങ്കിലും എന്നെ. അത് പറയുമ്പോഴേക്കും അവളുടെ സ്വരം ആകെ വിറച്ചു പോയിരുന്നു. വിറയലോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അത് പറഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്യണമെന്നറിയാതെ അവൻ്റെ കൈ ചേർത്ത് അവളെ അവനോട് ചേർത്ത് പിടിച്ചുപോയി. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ലെങ്കിലും അവളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞു പോയിരുന്നു. അന്യനായ ഒരാൾ പ്രതീക്ഷിക്കാതെ ചേർത്ത് പിടിച്ചപ്പോൾ അവളൊന്നു ഞെട്ടലോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ അവനും അവളെ തന്നെ ഉറ്റുനോക്കി. അവൻ്റെ ആ പിടുത്തത്തിൽ നിന്നും അടർന്നു മാറാൻ അവൾക്ക് തോന്നിയിരുന്നെങ്കിലും അണപൊട്ടി വന്ന സങ്കടത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കാരണം അവനെ എതിർക്കാതെ നിൽക്കാനേ അപ്പോൾ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പെട്ടെന്നാണ് താൻ അവളെ ചേർത്ത് പിടിച്ചല്ലോ എന്ന ബോധം അവന് തോന്നിയത്. പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്നും കൈയെടുത്തു. സോറി, ഞാൻ അറിയാതെ, അവൻ പറഞ്ഞു. അവൾ അപ്പോഴും കരയുകയായിരുന്നു. താൻ കരയാതിരിക്കി, നമുക്കെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്താ ഇപ്പോൾ ചെയ്യുക? അവൻ ട്രാക്കിലേക്ക് നോക്കി അവൻ്റെ മുടിയിലൂടെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് ആലോചിച്ചു. അവൾ തല ചെരിച്ചു വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാനില്ലാതെ അവനെയും നോക്കി അങ്ങനെ നിന്നു. അവൻ അവളെയും അവൾ അവനെയും കുറച്ചു നേരം നോക്കി നിന്നു. ശേഷം അവൻ മെല്ലെ അവളുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എത്ര നേരമെന്ന് കരുതിയ ഇവിടെ ഇങ്ങനെ നിൽക്കുക? തൽക്കാലം നീ എൻ്റെ ഒപ്പം വാ. ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ എൻ്റെ വീടെത്തി. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. എന്തായാലും നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. അവൻ പറഞ്ഞപ്പോൾ അവൾ മറുപടി ഒന്നുമില്ലാതെ നിന്നു.
ആരാ എന്താണെന്ന് ഒന്നും അറിയാത്ത ഒരാണിന്റെ കൂടെ എങ്ങനെയാണ് താൻ പോകുന്നത്? അവളുടെ മനസ്സിലേക്ക് അപ്പോൾ വന്ന ചിന്ത അതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും പറഞ്ഞില്ല. അവൻ അപ്പോൾ അവന്റെ ഫോണിന്റെ ലോക്ക് ഒഴിവാക്കിയ ശേഷം അവൾക്ക് നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, "നീ ഇത് പിടിക്ക്." അവൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാവാതെ അവൾ അവനെ നോക്കി. "ഇത് പിടിക്ക്." അവൻ നിർബന്ധിച്ചു അവന്റെ ഫോൺ അവളുടെ കയ്യിൽ പിടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, "നിനക്ക് എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടാകുമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാനിത് നിന്റെ കയ്യിൽ തന്നത്. എപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മോശമായ പെരുമാറ്റം തോന്നുകയാണെങ്കിൽ നിനക്ക് ഈ ഫോണിൽ നിന്ന് ആരെ വേണമെങ്കിലും വിളിക്കാം. പോലീസിലോ മറ്റോ വിളിച്ച് സഹായം തേടാം. നിനക്കൊരു ധൈര്യത്തിനാണ് ഞാനിത് കയ്യിൽ തരുന്നത്. ഇത് കയ്യിൽ വെച്ചോ, എന്നിട്ട് എൻ്റെ ഒപ്പം വാ." അവൻ അത് പറഞ്ഞുകൊണ്ട് അവളുടെ ഇടതുകൈയിൽ പിടിച്ചു. പെട്ടെന്ന് അവൻ കയ്യിൽ ചേർത്ത് പിടിച്ചതും അവൾ ഒന്നുകൂടെ അവനെ തന്നെ നോക്കിപ്പോയി. അവനാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു അവൾക്കപ്പോൾ. അവൾ അറിയാതെ തന്നെ അവൾ അവനോടൊപ്പം മുന്നോട്ട് നടക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് അയാളിൽ നിന്നുണ്ടായ അനുഭവവും റെയിൽവേ ട്രാക്കിൽ നിന്നുണ്ടായ അനുഭവവുമൊക്കെ കൂടെ ഒരുതരം മുന്നോട്ട് ഒന്നും തോന്നാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അവൾ പോലും അറിയാതെ അവൾ അവനൊപ്പം നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ ട്രാക്കിന് അപ്പുറത്തുള്ള ചെറിയ ഇടവഴിയിലൂടെ ചെന്ന് പുഴയോട് അടുത്തു നിൽക്കുന്ന ഒരു വീടിനടുത്തേക്കാണ് അവൻ ചെന്ന് കയറിയത്. അവിടെ എത്തിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു. വെളിച്ചമില്ലാതെ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു വീട്. അവൻ നേരെ ചെന്ന് ഉമ്മറത്തെ ലൈറ്റ് ഇട്ടതും അവിടെയെങ്ങും വെളിച്ചം പരന്നു. പെട്ടെന്ന് അവൾ ചുറ്റും നോക്കി. വാർപ്പിട്ട ഒരു കൊച്ചു വീടാണ്. ഇവിടെ ആൾതാമസമില്ലേ എന്നതായിരുന്നു അവളുടെ സംശയം. അവൻ അപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്നും ചാവിയെടുത്ത് വാതിൽ തുറക്കുന്നത് കണ്ടപ്പോൾ ആ വീട്ടിൽ മറ്റാരും തന്നെ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി. വാതിൽ തുറന്ന ശേഷം അവൻ അകത്തേക്ക് കയറി ഡൈനിങ് ഹാളിലെയും മറ്റു റൂമിലെയും ലൈറ്റുകൾ ഇട്ടു. അവൾ അപ്പോഴും പുറത്തു നോക്കി നിൽക്കുകയായിരുന്നു. "കയറി വാ, ഇവിടെ ആരുമില്ല. ഞാൻ ഒറ്റത്തടിയാ എന്ന് കരുതി താൻ പേടിക്കണ്ട. നിന്റെ വീട്ടിലുണ്ടായ പോലെ ഒരു മോശം അനുഭവം ഇവിടെ ഉണ്ടാവില്ല. ധൈര്യമായി വന്നോ." അവൻ അത് പറഞ്ഞുകൊണ്ട് അവളെ അകത്തേക്ക് വിളിച്ചു. ഒരാണിനോടൊപ്പം ആരുമില്ലാത്ത വീട്ടിലേക്ക് കയറാൻ അവൾക്ക് മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വിളിച്ചെങ്കിലും അവൾ മുറ്റത്ത് അങ്ങനെ തന്നെ നിന്നു. അവൻ അപ്പോൾ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "ട്രെയിനിന് ചാടി മരിക്കാൻ പോയ ആളല്ലേ നീ? ആ ട്രെയിൻ എങ്ങാനും തട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ട്രാക്കിൽ ജീവനറ്റ് കിടക്കുന്നുണ്ടാകുമായിരുന്നു. അതിനു ധൈര്യം കാണിച്ച നിനക്കാണോ ഇവിടേക്ക് കയറാൻ പേടി? ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പേടിക്കാനില്ല. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, സത്യം. ഞാൻ ആലോചിച്ചിട്ട് മറ്റൊരു വഴിയും കാണാത്തതുകൊണ്ടാ. ഒന്നാമത് 2 ആഴ്ച ലോറിയിലുള്ള ഓട്ടം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഇപ്പോൾ നിനക്ക് വേണ്ടി എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ മാത്രമല്ല, നീയും ആകെ വയ്യാതിരിക്കുന്നു. ഇന്നിവിടെ റെസ്റ്റ് എടുക്ക്. നാളെ രാവിലെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഒന്നുമില്ലെങ്കിലും തന്നെ മരണത്തിൽ നിന്ന് പിടിച്ചെടുത്ത ആളല്ലേ പറയുന്നത്. രക്ഷപ്പെടുത്തിയ ഞാൻ തന്നെ ഉപദ്രവിക്കുമോ? ധൈര്യത്തോടെ വാ." അവൻ സൗമ്യമായി വളരെ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. എന്തോ അവന്റെ സംസാരവും രീതികളുമൊക്കെ കണ്ടപ്പോൾ അവൻ നല്ലവനാണെന്ന് അവൾക്ക് തോന്നി. തിരിച്ചു പോയാലുള്ള രാഘവന്റെ മുഖം മനസ്സിലോർത്തപ്പോൾ വല്ലാത്ത പേടി തോന്നിയതുകൊണ്ട് തന്നെ അവൾ മെല്ലെ അവന്റെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചു. വെളുത്ത നീളൻ വിരലുകളുള്ള അവളുടെ കാലുകൾ അവന്റെ സ്റ്റെപ്പിൽ പതിയുന്നത് അവൻ അവിടെ ഉമ്മറത്ത് നിന്ന് നോക്കി കണ്ടു. ശേഷം അവൾ അകത്തേക്ക് കയറി. അവൻ അപ്പോൾ അകത്തു ചെന്ന് റൂമിലെ കട്ടിലിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുത്തു മാറ്റി പകരം അലമാര തുറന്ന് പുതിയൊരെണ്ണം എടുത്ത് കട്ടിലിൽ നന്നായി വിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "ഞാൻ 2 ആഴ്ചയായി ഇവിടുന്ന് പോയിട്ട്. പൊടി കാണും. നീ ഇവിടെ കിടന്നോ. തൽക്കാലം വേണ്ടാത്തതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട. നാളെ നമുക്ക് ഒരു വഴിയുണ്ടാക്കാം. സമാധാനത്തോടെ കിടന്നോ. പേടിക്കണ്ട, ഇവിടെ തന്നെ ഉപദ്രവിക്കാൻ ആരും വരില്ല. പിന്നെ ഫാനിലൊന്നും കെട്ടിത്തൂങ്ങി എനിക്ക് പണിയുണ്ടാക്കി വെക്കരുത് കേട്ടോ. സഹായിക്കാൻ നോക്കിയിട്ട് ലാസ്റ്റ് എനിക്ക് പണി വാങ്ങിച്ചു തരരുത്." അവൻ അത് പറഞ്ഞ് ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവളാണെങ്കിൽ ഷോക്കേറ്റ പോലെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. പിന്നെ പതിയെ ചെന്ന് മുറിയുടെ വാതിൽ ലോക്ക് ചെയ്ത് തിരികെ വന്ന് അവന്റെ കട്ടിലിൽ ഇരുന്നു. ചെറുതാണെങ്കിലും നല്ല വൃത്തിയുള്ള മുറിയാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ചെറിയൊരു അലമാരയും മേശയും ഉണ്ട്. അവൾ ആ മുറിയിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് ചുമരിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെയും കൂടെ അമ്മ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെയും ഫോട്ടോ അവൾ കണ്ടത്. അവൾ ആ ഫോട്ടോയിലേക്ക് നന്നായി ഒന്ന് നോക്കി. അമ്മയെ ചേർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവന് വല്ലാത്ത ഒരു ഭംഗിയുള്ളതായി അവൾക്ക് തോന്നി. ഫോട്ടോയിലുള്ളത് അമ്മയായിരിക്കും. പക്ഷേ വീട്ടിൽ ആരുമില്ലല്ലോ.
അമ്മയെ കണ്ടില്ലല്ലോ, അവൾ ഓർത്തു. ശേഷം അവൾ സമയം അറിയാനായി അവളുടെ കയ്യിലുള്ള അവൻ ഏൽപ്പിച്ച ഫോണിലെ സ്ക്രീൻ ഓണാക്കി നോക്കി. അപ്പോൾ അതിലും ചുമരിൽ കണ്ട അതേ സ്ത്രീയുടെ ഒപ്പം ചിരിച്ചു നിൽക്കുന്ന അവന്റെ ഫോട്ടോ വാൾപേപ്പറായി കണ്ടു. അവൾ അപ്പോൾ ആ ഫോട്ടോയിലേക്ക് തന്നെ ഒന്ന് നോക്കി. ശേഷം സമയം നോക്കിയപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അവൾ ഫോൺ കട്ടിലിന്റെ ഓരത്ത് വെച്ചുകൊണ്ട് മെല്ലെ കട്ടിലിലേക്ക് കിടന്നു. ഉള്ളിന്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നെങ്കിലും അപ്പോൾ അവനൊപ്പം വരികയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ അവൻ പറഞ്ഞ പോലെ അവന്റെ കൂടെ വരിക. ആ 2 വഴി മാത്രമേ അപ്പോൾ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എത്തിപ്പെട്ടതാണ്. ഒറ്റ രാത്രി കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? താനിപ്പോൾ എവിടെയാണ്? അവൾ മനസ്സിലോർത്തു. മുന്നോട്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു പിടിയുമില്ലാതെ അവൾ കണ്ണു തുറന്നുകൊണ്ട് കട്ടിലിൽ കിടന്നു. കണ്ണിൽ നിന്ന് ഒഴുകി വന്ന കണ്ണുനീർ അവൻ വിരിച്ചിട്ടിരുന്ന പുതിയ ബെഡ്ഷീറ്റിലേക്ക് പടർന്നുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവളുടെ വാതിലിൽ അവൻ വന്നു തട്ടിയത്. തട്ട് കേട്ടതും അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എണീറ്റിരുന്നു. പിന്നെ ഒരു പരുങ്ങലോടെ അവിടെ തന്നെ ഇരുന്നു. പേടിക്കേണ്ട, ഒരു ഗ്ലാസ് കാപ്പി തരാൻ വേണ്ടിയാണ്. അവൻ പുറത്തുനിന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവൾ കട്ടിലിൽ നിന്ന് എണീറ്റ് പോയി വാതിൽ തുറന്നു. കയ്യിൽ അപ്പോൾ ഒരു ജഗ്ഗും കപ്പുമായി അവൻ അകത്തേക്ക് കയറി. അത് റൂമിലുണ്ടായിരുന്ന മേശപ്പുറത്ത് കൊണ്ടുവച്ചു. നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയാണ്. പാലില്ലാത്തത് കൊണ്ടാ കട്ടൻ എടുത്തത്. വീട് പൂട്ടി 2 ആഴ്ച മുമ്പ് പോയതല്ലേ. എന്തെങ്കിലും ഒന്ന് നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് വെച്ചാൽ ഇവിടെ സാധനങ്ങൾ ഒന്നും ഇരിപ്പില്ല. തൽക്കാലം ഇത് കുടിച്ച് ക്ഷീണം മാറ്റിയിട്ട് കിടന്നോ. എന്നിട്ട് തോളിലുണ്ടായിരുന്ന തോർത്തെടുത്ത് മേശപ്പുറത്ത് വെച്ചു. മുഖം കഴുകണമെങ്കിൽ ദാ ഇത് ബാത്റൂമാണ്. ഈ തോർത്ത് ഇവിടെ വെക്കുന്നുണ്ട്. അവൾ അപ്പോൾ അവനെ ഒന്ന് നോക്കി. കാപ്പി ആവശ്യത്തിനുള്ളത് ജഗ്ഗിൽ നിന്ന് എടുത്തു കുടിച്ചോളൂ. എന്നിട്ട് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങി എണീറ്റോ. ആരുമില്ലെന്ന് കരുതി പേടിക്കേണ്ട, ഞാനുണ്ടാകും. ഒറ്റയ്ക്കാക്കില്ല. നീ കിടന്നോ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. എന്നിട്ട് റൂമിൽ നിന്നിറങ്ങി. ഞാൻ ഉണ്ടാകും, ഒറ്റയ്ക്കാക്കില്ല എന്ന് അവൻ പറഞ്ഞു കേട്ടതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുളുമ്പിപ്പോയിരുന്നു. ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. പക്ഷെ ആരോ ഒരാൾ. തൻ്റെ ആരുമല്ല. ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അവൻ പറഞ്ഞ ആ വാക്ക് അവളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ആശ്വാസം തോന്നിപ്പിച്ചു. അവൾ ചെന്ന് വാതിലടച്ച ശേഷം അവൻ കൊണ്ടുവച്ച കാപ്പിയെടുത്ത് അല്പം കുടിച്ചു. തനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടു തന്ന പോലെ. തൊണ്ട വല്ലാതെ വരണ്ടിരിക്കുകയായിരുന്നു. ആ ചൂട് കാപ്പി കുറേശ്ശെയായി കുടിച്ചപ്പോൾ നെഞ്ചിനും വയറിനും ഒരു സുഖം പോലെ അവൾക്ക് തോന്നി. ഒപ്പം ദാഹവും മാറി. ആ ജഗ്ഗിലെ 3/4 ഭാഗത്തോളം കാപ്പി അവൾ അവിടെ ഇരുന്ന് കുടിച്ചു. ശേഷം മെല്ലെ കട്ടിലിലേക്ക് കിടന്നു. പതിയെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ പെട്ടെന്ന് കണ്ണു തുറന്നു പോയപ്പോൾ റൂമിലെങ്ങും വെളിച്ചം പടർന്നിട്ടുണ്ട്. നേരം വെളുത്തിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴാണ് അവൾ ചിന്തിച്ചത്. അവൾ വേഗം കട്ടിലിൽ നിന്ന് ഞെട്ടി എണീറ്റു. അവൻ ഏൽപ്പിച്ച ഫോണിൽ സ്ക്രീൻ ഓണാക്കി. അവന്റെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് അപ്പോഴും വാൾപേപ്പറിൽ തെളിഞ്ഞത്. അവന്റെ ആ ചിരി അവൾക്ക് ഏറെ സമാധാനം തോന്നിപ്പിച്ചു. ഒരു വാത്സല്യത്തോടെ അതിലേക്ക് തന്നെ ഒന്ന് നോക്കി. സമയം നോക്കാനായി ഇപ്പോൾ സ്ക്രീൻ ഓണാക്കിയാലും ആദ്യം അവന്റെ മുഖത്തോട്ടാണ് നോക്കി പോവുക. ആരെയും പിടിച്ചെടുക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക തരം ചിരി. ഒപ്പം കുറച്ച് പ്രായം ചെന്ന അമ്മയും. ആ ഫോട്ടോ ഒന്നുകൂടി നോക്കിയ ശേഷം അവൾ സമയം ശ്രദ്ധിച്ചപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, ഇത്ര സമയമൊക്കെ ആയോ. രാത്രി വീട്ടിൽ വെച്ച് രാഘവന്റെ അടുത്തു നിന്നുണ്ടായ പേടിപ്പെടുത്തുന്ന അനുഭവവും പിന്നെ ഇവിടെ എത്തിയതുമൊക്കെ അവളുടെ മനസ്സിലൂടെ പാഞ്ഞു. അവളൊന്നും ഓർക്കാൻ നിൽക്കാതെ മുഖമൊന്ന് കഴുകാനായി ബാത്റൂമിലേക്ക് ചെന്നു. പൈപ്പ് തുറന്ന് മുഖത്തേക്ക് വെള്ളം തളിച്ചതും മുഖത്തിന്റെ ഒരു ഭാഗത്ത് വല്ലാത്ത വേദന തോന്നി. അവൾ കൈകൊണ്ട് ഒന്ന് തൊട്ടുനോക്കി. വല്ലാത്ത വേദന. അവൾ പെട്ടെന്ന് തന്നെ മുഖത്തുനിന്ന് കൈ മാറ്റിക്കളഞ്ഞു. ശേഷം റൂമിൽ വന്ന് അലമാരയിലെ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ തന്റെ മുഖം ഒരു ഭാഗം വീങ്ങിയിരിക്കുന്നു. ഇന്നലെ ട്രാക്കിൽ വെച്ച് അവന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതാണ്. കവിളിൽ അവന്റെ കൈ പതിഞ്ഞ പാടുകളുമുണ്ട്. അവൾ മുഖത്തേക്ക് ഒന്ന് നന്നായി നോക്കി. മുഖം നന്നായി വീങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും വേദനിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾക്ക് അതിലേക്ക് നോക്കുമ്പോൾ അവനോട് ഒട്ടും വെറുപ്പ് തോന്നിയില്ല. ജീവൻ രക്ഷിച്ചെടുക്കുന്ന വെപ്രാളത്തിൽ തല്ലിപ്പോയതാണ്. ഈ ഒരു അടിയുടെ പുറത്ത് മാത്രമാണ് താൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അവൾ ഒന്നുകൂടി കണ്ണാടിയിലേക്ക് നോക്കി നിന്നു. ശേഷം അവിടെ അവൻ കൊണ്ടുവച്ച തോർത്തെടുത്ത് മുഖം പതിയെ തുടച്ചു. പിന്നെ മെല്ലെ വാതിൽ തുറന്നു ഹാളിലേക്ക് ഇറങ്ങി. അവിടെ അപ്പോൾ അവനെ കാണാനില്ലായിരുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ ചെന്ന് നോക്കി. അവിടെയും അവനില്ല. അടുക്കളയിൽ ചെന്നു നോക്കിയപ്പോൾ അവിടെയും കണ്ടില്ല. എവിടെ പോയി? അവൾ സംശയിച്ചു. അടുക്കളവാതിലിലേക്ക് നോക്കി. അത് അകത്തു നിന്നാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. വേണമെങ്കിൽ തുറക്കാമായിരുന്നു. പക്ഷേ അവൾ അത് തുറന്നില്ല. അവൾ അവിടമൊക്കെ നന്നായി ഒന്ന് നോക്കി.
തൻ്റെ വീട്ടിലെ പോലെ വലിയ അടുക്കളയൊന്നും അല്ലെങ്കിലും നല്ല വൃത്തിയുണ്ട്. സാധനങ്ങളെല്ലാം അടുക്കും ചിട്ടയുമായി വെച്ചിരിക്കുന്നു. ഫ്രിഡ്ജും ഗ്യാസ് അടുപ്പും മറ്റ് സൗകര്യങ്ങളുമൊക്കെയുണ്ട്. എല്ലാ ആർഭാടങ്ങളുമുള്ള വലിയ വീട്ടിൽ മാത്രം ജീവിച്ച അവൾക്ക് എന്തോ ആ കുഞ്ഞു വീടിന് വല്ലാത്തൊരു ഭംഗിയും വൃത്തിയും സമാധാനവും ഒക്കെ തോന്നി. അവനെ കാണാത്തതുകൊണ്ട് അവൾ തിരികെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ഉമ്മറവാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആളെവിടെ പോയി? അവൾക്ക് എന്തോ ഒരു പേടി തോന്നി. അവൾ അപ്പോൾ മുൻവശത്തെ ജനലിലെ കർട്ടൻ മാറ്റി ജനല് തുറന്നു നോക്കി. അപ്പോഴാണ് അവൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന് ഇത്രമാത്രം ഭംഗിയുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത്. രാത്രി ഇരുട്ടിൽ വന്നപ്പോൾ അവൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. മുന്നിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് പുഴയാണ്. ചെറിയ തോണികളിലായി അങ്ങ് ദൂരെ ആളുകൾ വല വീശി മീൻ പിടിക്കുന്നത് കാണാം. പച്ചപ്പ് കൊണ്ടും തെങ്ങുകൾ കൊണ്ടും മൂടിക്കിടക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലം. കാണുമ്പോൾ കണ്ണിന് തന്നെ ഒരു കുളിർമ തോന്നുന്ന പോലെ. അവൾ ജനലിലൂടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടത്. ആ ബുള്ളറ്റ് അവൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നു നിന്നു. ഹെൽമറ്റ് ഊരി മാറ്റിയപ്പോൾ അത് അവനായിരുന്നു. കയ്യിലൊരു കവറുമുണ്ട്. അവൻ ബുള്ളറ്റിൽ നിന്നിറങ്ങി മുൻവശത്തെ വാതിൽ തുറന്നതും ജനലിനോരം നിൽക്കുന്ന അവളെ കണ്ടു. രാത്രിയിൽ കണ്ടിരുന്നെങ്കിലും സംസാരിച്ചിരുന്നെങ്കിലും രാവിലെ ആ വെളിച്ചത്തിൽ മുഖത്തോട് മുഖം കണ്ടതും അവനും അവളും ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നുപോയി. പുറത്തു പോയതായിരുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന കവർ കൊണ്ടുചെന്ന് ഡൈനിങ് ഹാളിലെ മേശപ്പുറത്ത് വെച്ചു. ഞാനിപ്പോൾ എണീറ്റ് വന്ന് നോക്കുകയായിരുന്നു. ഇവിടെ ഒന്നും കാണാത്തതുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു. ഞാനൊന്ന് പുറത്തു പോയതാ. നീ എണീറ്റ് കാണാത്തതുകൊണ്ട് നല്ല ഉറക്കത്തിലായിരിക്കുമെന്ന് കരുതിയാ വിളിക്കാതിരുന്നത്. അവൻ അത് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതും ഒരു വശം നീര് വന്ന് കിടക്കുന്നതാണ് കണ്ടത്. അത് കണ്ടതും അവൻ അവൻ്റെ സംസാരം നിർത്തി അവളുടെ അരികിലേക്ക് വന്നു. അയ്യോ, മുഖം നന്നായി വീങ്ങിയിരിക്കുന്നല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. സാരമില്ല, അവളൊന്ന് ഒതുങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. അവൻ അപ്പോൾ മുഖം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. കവിളിലെ പാടുകൾ കണ്ടപ്പോൾ അവന് ആകെ വല്ലായ്മ തോന്നി. ഞാൻ അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത സ്ഥിതി ആയതുകൊണ്ട് അറിയാതെ തല്ലിപ്പോയതാണ്. ട്രെയിനും നീയും ഒക്കെ കൂടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയപ്പോൾ പറ്റിപ്പോയതാണ്. നല്ല വേദനയുണ്ടാവുമല്ലേ? അവൻ അവൻ്റെ നേർത്ത വിരലുകൾ കൊണ്ട് അവളുടെ കവിളിലൂടെ ഒന്ന് തലോടി. അവൻ്റെ തണുത്ത വിരലുകൾ മുഖത്ത് പതിഞ്ഞതും അവൾക്കൊരു കുളിർമ തോന്നി. താൻ കരുതിക്കൂട്ടി അടിച്ചതല്ലെങ്കിലും അവളുടെ മുഖത്ത് പതിഞ്ഞ അടിയുടെ ആഘാതം കുറച്ച് കൂടുതലായിരുന്നു എന്ന് അവന് അറിയാമായിരുന്നു. പക്ഷേ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ചെറിയൊരു നിമിഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ തല്ലിപ്പോയതാണ്. പറ്റിപ്പോയി. അവനാകെ സങ്കടം തോന്നി. നമുക്കൊന്ന് ഡോക്ടറുടെ അടുത്ത് പോകാം. മുഖം വല്ലാതെ ഇരിക്കുന്നു, അവൻ പറഞ്ഞു. സാരമില്ല, അതിനു മാത്രം ഒന്നുമില്ല, മാറിക്കോളൂ, അവൾ നിസ്സാരമട്ടിൽ ദേഷ്യമൊന്നും കൂടാതെ പറഞ്ഞു. എന്താ ചെയ്യുക? ഞാൻ ഒന്നും ഓർക്കാതെ തല്ലിപ്പോവുകയും ചെയ്തു. അവൻ അവൻ്റെ കൈപ്പത്തി മടക്കിക്കൊണ്ട് പറ്റിപ്പോയല്ലോ എന്ന അർത്ഥത്തിൽ ഒന്നുകൂടി പറഞ്ഞു. സാരമില്ല, ഞാനത് കാര്യമാക്കുന്നില്ല, അവൾ വീണ്ടും പറഞ്ഞു. നീ എന്തായാലും ഇങ്ങോട്ടിരിക്കി. അവൻ മേശയ്ക്കരികിലുണ്ടായിരുന്ന കസേര അവൾക്ക് വലിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ അല്പം വെള്ളവുമായാണ് അവൻ തിരികെ വന്നത്. ഇത് ഉപ്പുവെള്ളമാ. ഉപ്പ് വെച്ചാൽ നീരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും. അത് പറഞ്ഞുകൊണ്ട് അവൻ അതിനകത്തുണ്ടായിരുന്ന കുഞ്ഞു തുണിയെടുത്ത് അവളുടെ മുഖത്ത് മെല്ലെ വെച്ചു. ഉപ്പിൻ്റെ നീറ്റൽ തട്ടിയതുകൊണ്ടായിരിക്കണം അവൾ പെട്ടെന്ന് മുഖം ചരിച്ചു കളഞ്ഞു. നല്ല നീറ്റലുണ്ടോ? അവൻ ചോദിച്ചു. അവൾ സ്നേഹത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇതൊക്കെ ചെയ്തു തരാൻ മാത്രം ഈ ആൾ തൻ്റെ ആരാണ്? അവളുടെ മനസ്സിൽ അവനെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത പാവം തോന്നി. അവൾ ഒന്നും പറയാതെ അവന് മുഖം വെച്ച് കൊടുത്തു. ഉപ്പുവെള്ളം വെച്ച് കഴിഞ്ഞ ശേഷം അവൻ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. ഇതുവരെ ഞാൻ ആരെയും തല്ലിയിട്ടില്ല. ആദ്യമായി ഒരാളെ തല്ലിയത് അത് ഇങ്ങനെയുമായി പോയി. സാരമില്ലടോ. അവൻ സ്നേഹത്തോടെ അത് പറഞ്ഞതും അവളുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വന്നു. ശേഷം ഗ്ലാസ് മാറ്റിവെച്ച് മേശപ്പുറത്തുണ്ടായിരുന്ന പ്ലേറ്റ് അവൾക്ക് നേരെ വെച്ചു കൊടുത്തു. എന്നിട്ട് കൊണ്ടുവന്ന കവറിൽ നിന്ന് ഇഡ്ഡലിയും പൊറോട്ടയും കറിയും ഒക്കെ എടുത്ത് പുറത്തു വെച്ചു. അവൾ അതിലേക്കും ഒപ്പം അവനെയും ഒന്ന് നോക്കി. അവൻ അത് എടുത്ത് അവൾക്ക് പ്ലേറ്റിൽ വിളമ്പി. ശേഷം അകത്തു പോയി ജഗ് എടുത്തുകൊണ്ട് വന്ന് ചായയും ഒഴിച്ചു കൊടുത്തു. ചായ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഇവിടെ സാധനമൊന്നും ഇരിപ്പില്ലാത്തതുകൊണ്ടാണ്. ലോറിയിൽ പോകുമ്പോൾ കാട്ടിലും മറ്റുമൊക്കെ എത്തിപ്പെട്ട് കിടക്കുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പഠിച്ച് ഒരുവിധം എല്ലാം ശീലമായി. അതുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പോൾ താൻ ഇത് കഴിക്കി.
അവൻ പറഞ്ഞു. അവൾ അവൻ്റെ സംസാരം കേട്ടിരിക്കുകയായിരുന്നു. ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന പോലെ വല്ലാത്തൊരു പ്രത്യേകത അവൻ്റെ രീതികൾക്കും സംസാരത്തിനും ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം അവൾക്കപ്പോൾ അത്യാവശ്യമായിരുന്നു. സ്നേഹത്തോടെ അവനത് വെച്ചു നീട്ടിയപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് തന്നെ കുറേശ്ശെയായി കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ നിന്റെ വീടിനടുത്ത് പോയി അന്വേഷിച്ചിരുന്നു. അവൾ ഏകദേശം കഴിച്ചു തീരാനായപ്പോഴാണ് അവനത് പറഞ്ഞത്. അത് കേട്ടതും അവൾ ഞെട്ടലോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിട്ട് അന്വേഷിപ്പിച്ചതാ. നീ പറഞ്ഞ ജോലിക്കാരി ചേച്ചിയുടെ ഒരു ബന്ധുവാണെന്നും പറഞ്ഞ് അവരെ ഒരു ആവശ്യത്തിന് കാണാനാണെന്ന് പറഞ്ഞ അവൻ ചെന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീയാണത്രേ വന്ന് വാതിൽ തുറന്നത്. ജോലിക്കാരി ചേച്ചി വീട്ടിൽ പോയെന്നാ അവര് പറഞ്ഞത്. അവൻ അവളോട് പറഞ്ഞു. അത് അവരായിരിക്കും, അയാളുടെ ഭാര്യ. ഇന്നലെ അയാൾക്കൊപ്പം ആ സ്ത്രീയും ഉണ്ടായിരുന്നു. അവൾക്ക് അവരെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദേഷ്യം വന്നു. പാവം സൗദാമിനി ചേച്ചി. ഇന്നലെ വീണ വീഴ്ചയിൽ തലയ്ക്ക് മുറിവ് പറ്റിയിരുന്നു. പക്ഷേ എനിക്കതൊന്നും നോക്കാൻ കഴിഞ്ഞില്ല. ചേച്ചിയെ നോക്കാൻ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവർ എന്നെ തീർത്തേനെ. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ ഏതോ ഒരുത്തനു വേണ്ടി കിടന്നു കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ അവൾ പറഞ്ഞു നിർത്തി. ഏയ്, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. നീ ടെൻഷനാവല്ലേ. അവൾ വീണ്ടും സങ്കടപ്പെട്ട് വരികയാണെന്ന് തോന്നിയപ്പോൾ അവൻ ഇടയിൽ കയറി പറഞ്ഞു. നീ എന്തായാലും കൈ കഴുകി വാ. അപ്പോഴാണ് അകത്തുനിന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. എൻ്റെ ഫോൺ ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അവനത് പറഞ്ഞുകൊണ്ട് റൂമിൽ ചെന്ന് ഫോൺ എടുത്തു. ശേഷം ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നിന്നു. അവൾ അപ്പോഴേക്കും പ്ലേറ്റൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി അതൊക്കെ കഴുകി വെച്ച് കൈ കഴുകി ഉമ്മറത്തേക്ക് വന്നു. അവൻ അപ്പോൾ ഫോണിലായിരുന്നു. അവൾ പുഴയിലേക്കും ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്കും നോക്കി നിന്നു. മുറ്റത്തു നിന്ന് ഫോൺ വിളിക്കുന്ന അവനെയും ഒന്ന് നോക്കി. അവൻ കോൾ കഴിഞ്ഞ ശേഷം കട്ടാക്കി തിരിച്ച് ഉമ്മറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു. ഞാൻ രാവിലെ ഒരു വക്കീലിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഓഫീസിൽ അദ്ദേഹം ഇല്ലായിരുന്നു. ഞാൻ ഗുമസ്തന് എൻ്റെ നമ്പർ കൊടുത്തിട്ടാ പോന്നത്. കുറച്ച് പൈസയും ഏൽപ്പിച്ചിരുന്നു. ഇപ്പോൾ വക്കീൽ എത്തിയപ്പോൾ വിളിച്ചതാണ്. നിന്നെയും കൂട്ടി കുറച്ച് കഴിഞ്ഞ് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. നീ പേടിക്കാതിരിക്ക്. നിന്റെ അച്ഛനും അമ്മയും സമ്പാദിച്ചതൊന്നും വെറുതെ പോവില്ല. അവകാശിയായി നീ ഉള്ളിടത്തോളം കാലം മറ്റാർക്കും അത് വെട്ടിപ്പിടിക്കാൻ സാധിക്കില്ല. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിൽ നിന്നേക്കാൾ അവകാശം മറ്റാർക്കും ഇല്ലടോ. ഒരു കേസിന് പോയാൽ നമുക്കതൊക്കെ വാങ്ങിച്ചെടുക്കാവുന്നതേയുള്ളൂ. അതിനു പകരം ട്രാക്കിൽ കയറി മരിച്ചു കളഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല എളുപ്പമായില്ലേ. എല്ലാം അയാൾക്കും അയാൾക്ക് വേണ്ടപ്പെട്ടവർക്കും അനുഭവിക്കാം. അത് പാടില്ലല്ലോ. നിന്റെ അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി സമ്പാദിച്ചതല്ലേ. അതൊക്കെ നിന്റെ കയ്യിൽ തന്നെ വരണം. അതിനു നീ മരിച്ചു കളയുകയല്ലല്ലോ വേണ്ടത്, ജീവിച്ചു കാണിച്ചു കൊടുക്കുകയല്ലേ. നിനക്ക് അവകാശപ്പെട്ടതെല്ലാം നേടിയെടുത്തുകൊണ്ട് തന്നെ ജീവിച്ചു കാണിച്ചു കൊടുക്കണം. അവൻ അത് പറഞ്ഞുകൊണ്ട് ഉമ്മറത്തെ തിണ്ണയിലിരുന്നു. എന്നിട്ട് അവളെ നോക്കി. അപ്പോൾ ഇനി മുന്നോട്ട് എന്താ ചെയ്യുക? നിനക്കിപ്പോൾ താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അയാളുടെ കണ്ണ് എത്തിപ്പെടാത്ത സുരക്ഷിതമായ ഒരു സ്ഥലം. അതാ ഞാൻ ആലോചിക്കുന്നത്. അവൻ അവളോട് പറഞ്ഞു. എനിക്കറിയില്ല എങ്ങോട്ട് പോകണമെന്ന്. സൗദാമിനി ചേച്ചിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ പറഞ്ഞു. അവരുടെ വീട് അതിന് എവിടെയാണ്? അവൻ ചോദിച്ചു. കൊല്ലത്താണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് വന്നതായിരുന്നു ചേച്ചി. അവിടെ നിന്ന് ആരോ പറഞ്ഞറിഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് കയറിയത്. അമ്മ അത്രയും കൂടുതൽ ആ ചേച്ചിയെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്നേഹവും അവർക്ക് എന്നോടുണ്ട്. അതുകൊണ്ടല്ലേ ഇന്നലെ അയാളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഓടി വന്നത്. ഇന്ന് നാട്ടിലേക്ക് പോകുമെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോകാമോ? അവൾ അവനോട് ചോദിച്ചു. കൊല്ലത്ത് എവിടെയാ? അവൻ അവളെ നോക്കി. കൊട്ടാരക്കര. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. എനിക്കറിയാം സ്ഥലം. ഞാൻ തൽക്കാലം അവിടെ ചേച്ചിയുടെ അടുത്ത് താമസിച്ചോളാം. കേസിൻ്റെ ആവശ്യങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു പോയാൽ മതിയല്ലോ. അവിടെയാകുമ്പോൾ ദൂരെയല്ലേ, അയാൾക്ക് എത്തിപ്പെടാനും കഴിയില്ല, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. പക്ഷേ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാകുമോ? കുറേ കാലം അവിടെ താമസിക്കുമ്പോൾ? അവർക്കും മക്കളൊക്കെയില്ലേ? മക്കളുണ്ട്. പക്ഷേ അവിടെയല്ലാതെ എനിക്ക് വേറെ എവിടെയും പോകാനില്ല. ആലോചിച്ചിട്ട് സൗദാമിനി ചേച്ചിയുടെ മുഖം മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ. അവൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് പോകാം. കൂടെ വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും നീ പറഞ്ഞതല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. നിനക്ക് അവിടെയാണ് സേഫായിട്ട് തോന്നുന്നത് എങ്കിൽ കുറച്ചു കാലം അവിടെ നിൽക്കാം. ബാക്കിയൊക്കെ വഴിയേ നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് പുറത്തു പോയി നിനക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങി വരാം. പോകുമ്പോൾ മാറാൻ വേറെ ഒന്നുമില്ലല്ലോ.
ഈ ഇട്ട ഡ്രസ്സ് മാത്രമല്ലേ ഉള്ളൂ. ഞാനൊന്ന് വേഗം പോയി വരാം. ഉച്ച കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക് എപ്പോഴാ ട്രെയിൻ ഉള്ളതെന്ന് നോക്കട്ടെ, അതിലങ്ങ് പോയേക്കാം. അവൻ അത് പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. അവൾ അപ്പോൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തു പറ്റി ഇങ്ങനെ നോക്കുന്നു? അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എന്തു പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം അവൾ സംശയിച്ചെങ്കിലും പിന്നെ പറഞ്ഞു. എനിക്ക് ആരുമില്ലാത്തതാണ്. ഞാൻ വിശ്വസിച്ചോട്ടെ, എനിക്കൊരു കൂട്ടായി എൻ്റെ ഒപ്പം ഈ ആളുണ്ടാകുമെന്ന്? അവൾ നിറഞ്ഞ കണ്ണുകളോടെ അത് പറഞ്ഞതും അവൻ അവളെ തന്നെ നോക്കിപ്പോയി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവൾ അത് ചോദിച്ചപ്പോൾ അവൻ എന്ത് പറയണമെന്ന് അറിയാതെ അങ്ങനെ നിന്നു. ശരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വല്ലാത്ത പ്രയാസം തോന്നി. അവൻ മെല്ലെ വീടിൻ്റെ മുറ്റത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അങ്ങ് ദൂരെയായി കാണുന്ന പുഴയിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റക്കാക്കില്ല. മരണത്തിൽ നിന്ന് ഞാൻ പിടിച്ചെടുത്ത ജീവനാണ്. അതുകൊണ്ട് അവസാനം വരെ തന്നെ സംരക്ഷിക്കാൻ ഞാൻ ഉണ്ടാകും. ആർക്കും ഉപദ്രവിക്കാൻ ഇട്ടുകൊടുക്കുകയുമില്ല. അവൻ ഉറച്ച ശബ്ദത്തിൽ അത് പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ പിറകിൽ നിന്ന് അവനെ തന്നെ നോക്കുകയായിരുന്നു. അവൻ്റെ വാക്ക് കേട്ടപ്പോൾ ഉണ്ടായ സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അകത്തെ റൂമിലേക്ക് കയറിപ്പോയി. അവൻ എന്തൊക്കെയോ ആലോചിച്ച് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഉമ്മറത്ത് അങ്ങനെ നിന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ പുറത്തു പോയി. അവൾക്കുള്ള ഡ്രസ്സുമായാണ് തിരികെ വന്നത്. നിനക്ക് പാകമാണോന്നറിയില്ല, ഞാനൊരു ഊഹം വെച്ച് വാങ്ങിയതാ. ചെന്ന് ഡ്രസ്സ് മാറി വാ. അവൻ ഡ്രസ്സ് അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ ചെന്ന് റെഡിയായി ഡൈനിങ് ഹാളിൽ വന്നിരുന്നു. അവൻ വാങ്ങിക്കൊടുത്ത ചുരിദാറും ഇട്ടുകൊണ്ട് അപ്പോൾ അവൾ അങ്ങോട്ടെത്തി. പെട്ടെന്ന് അവളെ ആ പുതിയ ഡ്രസ്സിൽ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭംഗി അവന് തോന്നി. അവനൊന്ന് അവളെ തന്നെ നോക്കിപ്പോയി. സുന്ദരിയാണ്, അവൻ മനസ്സിൽ പറഞ്ഞു. വാ ഇറങ്ങാം, അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അത് പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് ഒരു ഹെൽമെറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇതിട്ടോ. ഇനി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് അയാൾ നിന്നെ തിരിച്ചറിഞ്ഞിട്ട് പ്രശ്നമുണ്ടാകണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി, ഒപ്പം അവളും. ശേഷം അവൻ വീട് ലോക്ക് ചെയ്ത് വന്ന് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. എന്നിട്ട് അവളോട് കയറാൻ പറഞ്ഞു. അവൾ പതിയെ ബുള്ളറ്റിൽ കയറിയിരുന്നു. അവനോട് അടുത്തിരുന്നില്ലെങ്കിലും അവളുടെ മനസ്സിൽ നിറയെ അപ്പോൾ അവൻ മാത്രമായിരുന്നു. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച, ഇപ്പോൾ തനിക്കായി തൻ്റെ കൂടെ വരാൻ പോകുന്ന അവനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവൾ അവൻ്റെ ബുള്ളറ്റിൻ്റെ പിറകിലിരുന്നു. ഒപ്പം അവൻ്റെ ഉള്ളിലും അവളുടെ മുഖം മാത്രമായിരുന്നു. രാത്രിയിൽ താൻ കണ്ട വിയർത്ത് പേടിച്ചു നിൽക്കുന്ന അവളുടെ ദയനീയ മുഖം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. പോകുന്ന വഴിക്ക് അവനൊരു ഹോട്ടലിൽ ബുള്ളറ്റ് നിർത്തി. അവൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. അവനും കഴിച്ചു. അപ്പോഴൊക്കെയും അവൾ അവൻ അറിയാതെ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആരുമല്ലാത്ത തന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന, ഒരു തരി പോലും മോശം പെരുമാറ്റം കാണിക്കാത്ത അവനോട് അവൾക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഇന്നലെ ആ വീട്ടിൽ താനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നില്ലേ? എന്നാൽ ഒരു നോട്ടം കൊണ്ട് പോലും മോശമായി പെരുമാറാത്ത അവനെ അവൾ വല്ലാത്തൊരു ഇഷ്ടത്തോടെ നോക്കിക്കണ്ടു. ഭക്ഷണം കഴിഞ്ഞ് അവർ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിലെത്തി. നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയി ടിക്കറ്റ് എടുത്തു വരാം. അവൻ കസേര ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. ഞാനും കൂടി വന്നോട്ടെ? ഉള്ളിൽ വല്ലാത്ത പേടി ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവനോട് ചോദിച്ചു. എന്നാ വന്നോ, ഒറ്റയ്ക്കിരിക്കേണ്ട. അവൻ അത് പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവളെയും കൂട്ടി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അരികിലേക്ക് ചെന്നു. ടിക്കറ്റ് എടുത്ത ശേഷം അവർ രണ്ടുപേരും തിരിച്ചു വന്നു. ട്രെയിൻ വരാൻ ഇനിയും അരമണിക്കൂറിൽ അധികമുണ്ട്. വെയിറ്റ് ചെയ്യേണ്ടി വരും. പുറത്തിരുന്ന് തന്നെ പരിചയമുള്ള ആരെങ്കിലും കണ്ട് ഇനി പ്രശ്നമാവണ്ട. നമുക്ക് വെയിറ്റിംഗ് റൂമിലിരിക്കാം. അവൻ അത് പറഞ്ഞ് അവളെയും കൂട്ടിച്ചെന്ന് വെയിറ്റിംഗ് റൂമിലെ ടിക്കറ്റ് എടുത്തു. രണ്ടുപേരും തൊട്ടടുത്തായുള്ള കസേരയിലിരുന്നു. അവൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വരെ മറ്റൊരു ആണിനോടും തോന്നാത്ത ഇഷ്ടവും അത്രമേൽ സൗന്ദര്യവും അവൾ അവനിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഇടയ്ക്ക് തന്നെ നോക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റിയടോ, ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നു? അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, ഏട്ടൻ്റെ പേരെന്താ? അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് ശരിയാ, ഞാൻ പേര് പറയാൻ മറന്നുപോയല്ലേ. വിഷ്ണു. നിന്റെ പേര് എന്താണെന്ന് ഞാനും ചോദിച്ചില്ല. അവൻ അവളെ നോക്കി. അവന്തിക, അവൾ പറഞ്ഞു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. പേരിലൊക്കെ എന്തിരിക്കുന്നുവല്ലേ. നമ്മൾ ഇന്നലെ കണ്ടു, പരിചയപ്പെട്ടു, ഇന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. എന്നിട്ടും ഞാൻ തൻ്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി. അവനത് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഫോട്ടോയിൽ കണ്ട അമ്മയെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. ചോദിച്ചാൽ തെറ്റാകുമോ?
ഫോണിലും ചുമരിലുമൊക്കെ നിറയെ ഫോട്ടോ കണ്ടെങ്കിലും അമ്മയെ വീട്ടിൽ കണ്ടില്ലല്ലോ. അവൾ അത് ചോദിക്കാനായി അവനെ നോക്കിയപ്പോഴാണ് അവൻ പെട്ടെന്ന് പറഞ്ഞു തുടങ്ങിയത്. നോക്ക് അവന്തിക, നീ ഇപ്പോൾ സൗദാമിനി ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടുവിടാനായി വരുന്നത്. നീ പറഞ്ഞ പോലെ ആ ചേച്ചിക്ക് നിന്നോട് വലിയ സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചു ദിവസം എവിടെയെങ്കിലും പോയി സ്ഥിരമായി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ഉള്ളവർക്ക് നിന്നോടുള്ള പെരുമാറ്റം എന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാനിത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഒരു ധൈര്യം തരാൻ വേണ്ടി പറയുകയാണ്. നിനക്ക് അവിടെ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഒന്ന് വിളിച്ചാൽ മതി എന്നെ. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോന്നോളാം. ഞാനിത് പറയുന്നത് ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയെന്നുള്ള തോന്നൽ നിനക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഒറ്റപ്പെടുന്നവൻ്റെ വേദന ഏറ്റവും ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. നമുക്കെല്ലാവരുമുണ്ട്. ചുറ്റുമുള്ളവർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ ഒക്കെ വെറുതെയാ. നീ ഇന്നലെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയില്ലേ? അതുപോലെ എന്നോ ജീവിതം അവസാനിപ്പിക്കേണ്ടവനായിരുന്നു ഞാൻ. നീ എൻ്റെ വീട് കണ്ടില്ലേ? ഒറ്റയ്ക്കല്ലേ ഞാൻ അവിടെ? ആരെങ്കിലും ഉണ്ടോ? ഞാൻ എങ്ങനെ ഒറ്റയ്ക്കായി എന്നറിയാമോ നിനക്ക്? ആരെയും ഉപദ്രവിച്ചിട്ടോ ദ്രോഹിച്ചിട്ടോ ഒന്നും ഒറ്റപ്പെട്ടവനല്ല, മറിച്ച് എല്ലാവരെയും സ്നേഹിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിൽ തോറ്റുപോയവനാണ്. ഞങ്ങൾ 3 മക്കളിൽ ഏറ്റവും മൂത്തവനായിരുന്നു ഞാൻ. അച്ഛന് കെട്ടിടത്തിൻ്റെ വാർപ്പിൻ്റെ പണിയായിരുന്നു. അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാ. സ്കൂളിൽ സ്പോർട്സിൽ ഓട്ടമത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ ട്രോഫി വീട്ടിൽ കാണിക്കാൻ വേണ്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടിയതാ ഞാൻ. പക്ഷേ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ കുറച്ച് ആൾക്കൂട്ടമൊക്കെ കണ്ടു. അപ്പോളാണ് അറിഞ്ഞത് പണിക്കിടയിൽ 4ാം നിലയിൽ നിന്ന് കാലു തെന്നി വീണ് അച്ഛൻ പോയെന്ന്. ആ സ്കൂൾ യൂണിഫോമിൽ വീടിൻ്റെ മുറ്റത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിയ എന്നെ ആരൊക്കെയോ താങ്ങി പിടിച്ചു. എന്നെയും അനിയനെയും അനിയത്തിയെയും കൂട്ടിക്കൊണ്ടു വരാൻ സ്കൂളിലേക്ക് ആൾ വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോളാണ് ട്രോഫി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പാഞ്ഞെത്തിയത്. പുതിയ വീട് പണിയാൻ ഇട്ടുവെച്ച തറയും 4 തൂണും തൊട്ടപ്പുറത്തുള്ള ഷീറ്റ് മറച്ച ഒരു ഷെഡും മാത്രമായിരുന്നു അച്ഛന് ആകെയുള്ള സമ്പാദ്യം. അമ്മയാണെങ്കിൽ ഹാർട്ട് പേഷ്യൻറ്റും. മരുന്നിന് തന്നെ നല്ലൊരു പൈസ വേണം. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിക്കാനുള്ള പക്വതയൊന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. അന്നോളം കൺമുന്നിലുണ്ടായിരുന്ന അച്ഛൻ പോയ ദുഃഖം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ പട്ടിണിയും ദാരിദ്ര്യവും കൂടെ കൂട്ടിനെത്തി. എന്നേക്കാൾ 4 വയസ്സിന് ഇളയ അനിയത്തിയും 5 വയസ്സിന് ഇളയ അനിയനും മാത്രമായിരുന്നു അച്ഛൻ ബാക്കി വെച്ചിട്ട് പോയ ഏക സമ്പാദ്യം. അവരെ പോറ്റാനും കുടുംബം നിലനിർത്താനുമായി 14ാമത്തെ വയസ്സിൽ പണിക്കിറങ്ങി തുടങ്ങിയതാ ഞാൻ. വീടിൻ്റെ തൊട്ടടുത്തൊരു കൊപ്രക്കളം ഉണ്ടായിരുന്നു. അവിടെ തേങ്ങ പെറുക്കി കൂട്ടാനും പൊതിക്കാനും ഉണക്കാനും മറ്റും പോയി തുടങ്ങി. അതിനിടയിൽ SSLC എഴുതിയെടുക്കാൻ നോക്കിയെങ്കിലും പരാജയമായിരുന്നു. പഠിക്കാൻ സമയം കിട്ടാതെ എങ്ങനെ പാസ്സാവാൻ? പിന്നീട് 18 വയസ്സായപ്പോൾ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ലോറിയിൽ കിളിയായി പോയി തുടങ്ങി. അങ്ങനെ പോയി ഡ്രൈവിംഗ് പഠിച്ചെടുത്തു. പിന്നെ അതൊരു സ്ഥിരം തൊഴിലാക്കിയെടുത്തു. എൻ്റെ വീടും സഹോദരങ്ങളെയും ഒരു കരയ്ക്കെത്തിക്കാനായി ഈ ലോറിയും കൊണ്ട് ഞാൻ പായാത്ത റോഡുകളില്ല. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വീട്ടുകാരെ ഒന്നും അറിയിച്ചിട്ടില്ല ഇതുവരെ. അനിയത്തിയെയും അനിയനെയും നന്നായി പഠിപ്പിച്ചു. 2 പേരും എൻജിനീയറാണ്. അനിയത്തിയെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചു. പഠിത്തം കഴിഞ്ഞു ജോലി കിട്ടിയ ശേഷം അനിയൻ അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ഇന്നുവരെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ എല്ലാ നന്മകളും നോക്കിക്കണ്ടിട്ടേ ഉള്ളൂ ഞാൻ. അതിലൊക്കെ മനസ്സ് നിറഞ്ഞ തൃപ്തിയേ ഉണ്ടായിട്ടുള്ളൂ. അച്ഛനില്ലാത്ത വിഷമം അറിയിക്കാതെ അവർക്കു വേണ്ടി ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് സന്തോഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഒടുക്കം എന്തായി? വലിയ ജോലിയും വീടും പത്രാസും ഒക്കെയായി നല്ല നിലയിലെത്തിയപ്പോൾ അനിയനും അനിയത്തിക്കുമൊക്കെ വിദ്യാഭ്യാസമില്ലാത്ത വെറുമൊരു ലോറി പണിക്കാരനായ ഞാൻ ഒരു മോശക്കാരനായി തോന്നി തുടങ്ങി. അനിയൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കുറച്ച് ക്യാഷുള്ള വീട്ടിലെ കുട്ടിയെയാണ്. അവരുടെ മുന്നിലൊക്കെ ഞാൻ ഏട്ടനാണെന്ന് പറയാൻ തന്നെ അവന് മടിയാ. ഒരു ദിവസം തമിഴ്നാട്ടിൽ പോയി ചരക്ക് എടുത്ത് വീട്ടിലേക്ക് വന്നതായിരുന്നു ഞാൻ. സാധാ ഒരു പാൻറ്റും ഷർട്ടുമായിരുന്നു എൻ്റെ വേഷം. തോളിൽ അല്പം നിറം മങ്ങിയ ഒരു തോർത്തും ഉണ്ടായിരുന്നു. വീടിനകത്തേക്ക് കയറിയപ്പോഴാണ് അനിയൻ്റെ ഭാര്യയുടെ 2 ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടത്. ഞാൻ ആ വേഷത്തിൽ കയറി ചെന്നത് അവനും അവൻ്റെ ഭാര്യയ്ക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്കിടയിലേക്ക് കയറി വന്നത് മോശമായി പോയി എന്ന് അവൻ പറഞ്ഞു. ഞാൻ അവരവിടെ ഉള്ളത് മനസ്സിലാക്കി പിറകുവശത്തുകൂടെ വരണമായിരുന്നു എന്ന്. ഇനി മുതൽ ഞാൻ മുന്നിലൂടെ അകത്തേക്ക് കയറരുതെന്ന്. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കി സമ്പാദിച്ച വീടാണ് അവന്തിക.
ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ ആ വീട്ടിലൊന്ന് മുൻവശത്തു കൂടെ കയറാനുള്ള അധികാരം പോലും എനിക്കില്ലാതായി. അവൻ പറഞ്ഞ ആ വാക്ക് എന്നെ ഏറെ വേദനിപ്പിച്ചു. അവൻ്റെ ഭാര്യയുടെ കൂട്ടുകാരുടെ മുന്നിലേക്ക് ഞാൻ ചെന്നത് വലിയ മോശമായി പോയെന്ന് പെങ്ങളും ഫോൺ വിളിച്ചു പറഞ്ഞു. ഏട്ടൻ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡിൽ നടക്കണമെന്ന്. ഞാൻ അവർക്കൊക്കെ നാണക്കേടാകുന്നുണ്ടെന്ന്. അവർ പറഞ്ഞതൊക്കെ കേട്ട് കരയണോ വേണ്ടയോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണില്ല. പകരം മനസ്സ് അത്രയും മരവിച്ച അവസ്ഥയിലായിരുന്നു. അച്ഛനില്ലാത്ത വിഷമം അറിയിക്കാതെയാണ് ഞാൻ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ടു വന്നത്. അവർക്ക് വേണ്ടി ആ 14-ാമത്തെ വയസ്സിൽ പഠിപ്പു നിർത്തി കൂലിപ്പണിക്ക് ഇറങ്ങിയവനാണ് ഞാൻ. എല്ലാം അവർ മറന്നു. പക്ഷേ അവരങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ലായിരുന്നു. കാരണം അച്ഛൻ മരിച്ച നാൾ മുതൽ കുടുംബത്തിനു വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അമ്മ അവരോട് രണ്ടുപേരോടും എനിക്ക് വേണ്ടി കുറേ വഴക്കടിച്ചു. പക്ഷേ എന്ത് പ്രയോജനം? ഒടുക്കം എഞ്ചിനീയർമാരായ അനിയത്തിക്കും അനിയനും അളിയനും ഒന്നും ഞാൻ കാരണം നാണക്കേട് വേണ്ട എന്നു കരുതി ഒരു ദിവസം അവിടെ നിന്നിറങ്ങി. അന്ന് അവിടെ നിന്നിറങ്ങുമ്പോൾ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ആദ്യം ഒരു വാടക വീട് എടുത്തു മാറി. എന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അമ്മയും എൻ്റെ ഒപ്പം പോന്നു. അമ്മ ഒറ്റയ്ക്കാവുമെന്ന് കരുതി ഞാൻ പിന്നെ അധിക ദൂരത്തേക്ക് ലോറിയുമായി പോകാതെയായി. നാട്ടിലൂടെയുള്ള ഡെയിലി പോയി വരാവുന്ന റൂട്ടുകളെ പിന്നെ എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 3-4 വർഷം അമ്മയും ഞാനും ഒരുമിച്ചുള്ള കുഞ്ഞു ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോയി. അതിനിടയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വാങ്ങി ആ കുഞ്ഞു വീട് വെച്ചത്. അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം നടന്നു കാണണമെന്നും എൻ്റെ കുഞ്ഞിനെ കാണണമെന്നും. അമ്മ നിർബന്ധിച്ചിട്ട് പെണ്ണ് നോക്കി തുടങ്ങിയിരുന്നു ഞാൻ. പക്ഷേ അതൊന്നും കാണാൻ നിൽക്കാതെ ഒരു പനിയുടെ രൂപത്തിൽ അമ്മയെ ദൈവം അങ്ങ് കൊണ്ടുപോയി. അച്ഛൻ മരിച്ചതായിരുന്നു ജീവിതത്തിലെ ആദ്യത്തെ ഷോക്ക്. പിന്നെ അനിയനും അനിയത്തിയും അവഗണിച്ച ദിവസം രണ്ടാമത്തേത്. അതും കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ വേദനിച്ച 3-ാമത്തെ ഷോക്ക് അമ്മയുടെ വേർപാടായിരുന്നു. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയി ഞാൻ. കുറച്ചു ദിവസം ബന്ധുക്കാരും വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ വല്ലാതെ ഒറ്റപ്പെട്ടു. സങ്കടം സഹിക്കാനാകാതെ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിപ്പായിരുന്നു. ദിവസം പോകും തോറും മനസ്സാകെ കൈവിട്ടു തുടങ്ങി. അങ്ങനെയാണ് പിന്നെയും ദിവസങ്ങളോളം ലോറിയിലുള്ള ഈ പോക്ക് തുടങ്ങിയത്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മയുടെ ഓർമ്മകൾ വല്ലാതെ വേദനിപ്പിക്കും. ഇതാകുമ്പോൾ പണിയുടെ കാര്യങ്ങളൊക്കെയായി കുറേ ദിവസം അങ്ങ് പോയി കിട്ടും. ലോറിയുമായി പോകുമ്പോൾ ഒരു ആശ്വാസമാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും മനസ്സ് മടുക്കും. ശരിക്കു പറഞ്ഞാൽ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ അറിയില്ല. എന്തോ ആത്മഹത്യ എന്നൊരു കാര്യം ഇതുവരെ ദൈവം ഉള്ളിൽ തോന്നിപ്പിച്ചിട്ടില്ല. തോന്നിയിരുന്നെങ്കിൽ തന്നേക്കാൾ മുന്നേ എന്നോ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയേനെ. അവൾ അവിടെ കസേരയിലിരുന്ന് അവൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. രണ്ടുപേരുടെയും സ്ഥിതി ഏകദേശം ഒന്നായതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. എല്ലാം പറഞ്ഞതിനു ശേഷം അവൻ അവളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇന്നലെ റെയിൽവേ ട്രാക്കിൽ വെച്ച് ആരോരുമില്ലാത്ത നിന്റെ കഥ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയത് ആ അവസ്ഥ മറ്റാരേക്കാളും നന്നായി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. സൗദാമിനി ചേച്ചിയുടെ അടുത്ത് പോയി കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നോളാം. എന്തിനും ഏതിനും ഒപ്പം നിൽക്കാൻ ഞാനുണ്ടാകും. അവൻ അത് പറഞ്ഞപ്പോഴേക്കും അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോയിരുന്നു. അവിടെ വെച്ച ഒരു കരച്ചിൽ അവളിൽ നിന്നും അവൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. തല താഴ്ത്തി വെച്ച് മുഖം അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ 2 കണ്ണും നിറഞ്ഞു വന്നു. എന്താ ഇത്? നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ആരുമില്ലാത്ത വിഷമം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇന്നലെ ആ റെയിൽവേ ട്രാക്കിൽ നീ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത്രമേൽ മടുക്കുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ ജീവൻ ഉപേക്ഷിക്കാൻ നോക്കൂ. ആ ഒരു അവസ്ഥ അറിഞ്ഞു വെച്ചുകൊണ്ട് പറയുകയാണ്. നിന്നെപ്പോലെ തന്നെ ആരുമില്ലാത്തവനാണ് ഞാനും. വലിയ പഠിപ്പും ജോലിയും ഒന്നുമില്ലെങ്കിലും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്. എന്തിനും ഏതിനും കൂട്ടായി മരണം വരെ ഞാനുണ്ടാകും. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം നിനക്ക് ഉണ്ടാവുകയാണെങ്കിൽ ധൈര്യത്തോടെ ഓടി വരാം എൻ്റെ അരികിലേക്ക്. ഞാൻ കൈവിടില്ല. കരയല്ലേ. അവൻ അവളുടെ മുഖം പിടിച്ച് ഒന്നുയർത്തി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അപ്പോൾ അവനെ തന്നെ നോക്കി. കണ്ണു തുടക്കി. അവൻ അവളെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ട്രെയിൻ വരാൻ പോകുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു. അതെ, നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തി. വേഗം മുഖം തുടച്ച് എണീക്കി. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്ന് എണീറ്റു. കണ്ണു തുടച്ചുകൊണ്ട് അവന്തികയും എണീറ്റു.
വിഷ്ണു മുന്നിലും അവൾ പിറകിലുമായി പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുമ്പോൾ അവളുടെ നെഞ്ച് വല്ലാതെ മിടിക്കുകയായിരുന്നു. ശരിക്ക് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ സാമീപ്യവും സ്നേഹവും ആവോളം അനുഭവിക്കാൻ തോന്നുകയായിരുന്നു അവൾക്കപ്പോൾ. അവനെ വിട്ട് മറ്റെങ്ങും പോകാൻ തോന്നാത്ത ഒരവസ്ഥ. വിഷ്ണുവിൻ്റെ പിറകിലായി നടക്കുമ്പോൾ പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ അവളുടെ കൈ ചേർത്ത് പിടിച്ചു. കയ്യിൽ പിടിവീണതും മുന്നിൽ നിന്ന് വിഷ്ണു തിരിഞ്ഞു നോക്കി. കലങ്ങിയ കണ്ണുകളോടെ ദയനീയമായി അവനെ നോക്കുന്ന അവന്തികയെയാണ് അവൻ അപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്തുപറ്റി? അവൻ അവൻ്റെ കയ്യിലേക്കും അവളുടെ മുഖത്തേക്കും ഒന്ന് നോക്കി. ഞാൻ പോകുന്നില്ല, എനിക്കെങ്ങും പോകണ്ട, അവന്തിക അവനോട് പറഞ്ഞു. വിഷ്ണു കാര്യം മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി. എന്തുപറ്റി പെട്ടെന്ന്? നിനക്ക് സൗദാമിനി ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞില്ലേ? അവൻ ചോദിച്ചു. എനിക്കിപ്പോൾ എവിടേക്കും പോകണ്ട. ആരുമില്ലെന്നുള്ള തോന്നലില്ല ഇന്നലെ റെയിൽവേ ട്രാക്കിൽ മരണവും കാത്തു നിന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഏട്ടൻ എൻ്റെ സ്വന്തമാണെന്ന് തോന്നിപ്പോവുകയാ. എന്നെ എങ്ങും പറഞ്ഞു വിടാതിരുന്നൂടെ? ഒരു ദുഷ്ടന്മാർക്കും ആർക്കും വിട്ടുകൊടുക്കാതിരുന്നൂടെ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വിഷ്ണു അപ്പോഴും അവളെ തന്നെ നോക്കി നിന്നു. ആരുമില്ലാത്ത എന്നെ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കാമോ? അവൾ അത് തുറന്നു ചോദിച്ചതും വിഷ്ണുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീർ തുള്ളികൾ ഇറ്റുവീണു. കരഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളെ ചേർത്തു പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്നു നിന്നു. പോകണമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിനക്ക് പോകണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടല്ലേ ഞാൻ ടിക്കറ്റ് എടുത്തത്? നീ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വരെ ആരുമില്ലാത്തവനായിരുന്നു ഞാനും. ഇന്നിപ്പോൾ അങ്ങനെയല്ലെന്ന് തോന്നുകയാണ്. ദൈവമായിട്ടായിരിക്കും ഇന്നലെ അവിടെ വെച്ച് നിന്നെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ അവിടെ എത്താൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഏതോ പെൺകുട്ടി റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമേ ഞാൻ അറിയുമായിരുന്നുള്ളൂ. ആരോ ആണെന്ന് കരുതി ഞാൻ അതങ്ങ് മറക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നീ എൻ്റെ സ്വന്തമാണെന്ന് എനിക്കും തോന്നുകയാ. തോന്നലല്ല, ശരിക്കും സ്വന്തം തന്നെയാണ്. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഒരു വാക്ക് മതിയായിരുന്നു അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പാർക്കിങ്ങിൽ ചെന്ന് ബുള്ളറ്റ് എടുത്തുകൊണ്ട് വന്ന് അവളെ കയറ്റി. വണ്ടിയെടുക്കാൻ നേരം അവനൊന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് അവൻ്റെ അരയിലേക്ക് വെച്ചു. അവൾ അപ്പോൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. ഒറ്റയ്ക്കല്ലെന്ന് എനിക്കും നിനക്കും മനസ്സിലുറപ്പിക്കാൻ ഈ കൈ ഇവിടെ ഇരിക്കട്ടെ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അപ്പോൾ സന്തോഷത്തോടെ അവൻ്റെ പുറത്തേക്ക് ചാഞ്ഞു. അവൻ ഒരു കൈയെടുത്ത് അരയിൽ വെച്ചപ്പോൾ അവൾ മറുകൈ കൊണ്ടും കൂടെ അവൻ്റെ അരയിൽ മുറുക്കി പിടിച്ചു. ഈ ലോകത്ത് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് അവൾ അവൻ്റെ തോളിൽ ചാഞ്ഞു കിടന്നു. പോകുന്ന വഴി നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി നിനക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാം. ഇപ്പോൾ വണ്ടി എടുക്കട്ടെ, അവൻ ചോദിച്ചു. അവൾ സന്തോഷത്തോടെ മൂളി. അവൻ ചുണ്ടിൽ ഒരു ചെറു ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രിയോടെയാണ് അവർ വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോഴും അവൾ അവൻ്റെ തോളിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു. രണ്ടുപേരും വണ്ടിയിൽ നിന്നിറങ്ങി. അവൻ വേഗം ചെന്ന് ഉമ്മറത്തെ ലൈറ്റിട്ടു. ലൈറ്റ് തെളിഞ്ഞതും വീടിന് ആകെ എന്നത്തേതിലും പ്രകാശമുള്ളതായി അവന് തോന്നി. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ടുള്ള വലിയൊരു വെളിച്ചം വീടാകെ പടർന്നു. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വീടിൻ്റെ അകത്തേക്ക് കയറി. രണ്ടുപേരും ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി. ശേഷം അവൻ വീടിൻ്റെ ഉമ്മറവാതിൽ മെല്ലെ അടച്ചു. എന്നിട്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. അവൻ്റെ ആദ്യത്തെ ചുംബനം. അവൾ അത് ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അവൻ്റെ തലോടൽ കൊതിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. മറ്റൊരുത്തനും വിട്ടുകൊടുക്കാതെ ഇനി അവളെ സംരക്ഷിക്കാൻ അവനുണ്ട്. ആരോരുമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ രണ്ട് പാവങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചു തീർക്കാൻ ദൈവം നൽകിയ നല്ലൊരു കൂട്ട്. അവൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമെന്നോണം കുറച്ചു കാലത്തിനിപ്പുറം അവൾക്ക് അവകാശപ്പെട്ടതെല്ലാം നേടിയെടുത്തുകൊണ്ട് അവളുടെ മാളിക വീട്ടിലെ ആഡംബര മുറിയിൽ അവൾ അന്തിയുറങ്ങുമ്പോൾ അവളെ നെഞ്ചിൽ ചേർത്തു പിടിച്ചുകൊണ്ട് അവനുമുണ്ടായിരുന്നു. ഒപ്പം അവളുടെ വയറ്റിൽ അവരുടെ കുഞ്ഞും.